എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. പക്ഷേ ശുഭകരമല്ലാത്ത ചില വാർത്തകൾ കൂടി കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് വന്നിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പൊട്ടിത്തെറിയിൽ 4 രോഗികൾ മരിച്ചു എന്നാണ് ആരോപണം. പക്ഷേ ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളുമുണ്ട്. നോക്കാം തലക്കെട്ടുകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പൊട്ടിത്തെറിയിൽ 4 രോഗികൾ മരിച്ചത് പുക ശ്വസിച്ചെന്ന ആരോപണം. അപകട സമയത്ത് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടത്തും. പൊട്ടിത്തെറി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കും. തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ. പാക് അധിനിവേശ കശ്മീരിലെ ഭീകരരെ ഒഴിപ്പിച്ചു. ജനങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ നിർദ്ദേശം. ഭീകരർക്കായി 11ാം ദിവസവും തെരച്ചിൽ ഊർജിതം. പാകിസ്ഥാനെതിരെ സാമ്പത്തിക നടപടികൾ ആവശ്യപ്പെട്ട് ഭാരതം. അന്താരാഷ്ട്ര ഏജൻസികളോട് നടപടി ആവശ്യപ്പെടും. IMF-ന്റെ സാമ്പത്തിക സഹായങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ആവശ്യം. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ. ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ സമിതി ഉടൻ. വിവാദ സ്ഥലംമാറ്റ ഉത്തരവ് തിരുത്തി എറണാകുളം ADM. വില്ലേജ് ഓഫീസർമാരുടെ സ്ഥലംമാറ്റ ഉത്തരവിൽ നിന്ന് CPI പ്രാദേശിക നേതാവിന് വേണ്ടി നടത്തിയതെന്ന ഭാഗം ഒഴിവാക്കി. പുതിയ നീക്കം ജനം TV വാർത്തയെ തുടർന്ന്. കൊച്ചി കോർപ്പറേഷനിൽ ഗുരുതര വീഴ്ച. പദ്ധതി നടത്തിപ്പും ഫണ്ട് വിനിയോഗവും പാളി. 5348 പദ്ധതികളിൽ നടപ്പാക്കാനായത് 45% മാത്രമെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. നഗരവികസനത്തിനുള്ള കോടികൾ നഷ്ടം. IPL-ൽ ഗുജറാത്തിന് ജയം. ഹൈദരാബാദിനെ തോൽപ്പിച്ചത് 38 റൺസിന്. ഇന്ന് ചെന്നൈ ബംഗളൂരു സൂപ്പർ പോരാട്ടം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ച 2 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. ഇതിനിടെ സംഭവത്തിൽ അന്വേഷണത്തിന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. സംഭവ സമയത്ത് നടന്ന മരണങ്ങൾ പുക ശ്വസിച്ചല്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. വീഴ്ച മറയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും ആരോപണമുണ്ട്. മെഡിക്കൽ ബോർഡ് യോഗം ഇന്ന് ചേരും. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, ഈ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചാണ് ഈ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് സ്ഥിരീകരിക്കണമെങ്കിൽ ഇന്ന് 2 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വരും. അത് പരിശോധിച്ചാൽ മാത്രമേ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. സംഭവ സ്ഥലത്ത് നിന്ന് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. ഇന്ന് നിലവിലെ അവസ്ഥ എന്താണ്? മറ്റ് വിവരങ്ങളും കൂടി. ദേവിക, ഇപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും ഈ ബ്ലോക്കിലുള്ള രോഗികളെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പൂർണ്ണമായും ഇവിടുന്ന് ഒഴിപ്പിച്ചിരുന്നു. ഇന്ന് ഈ ബ്ലോക്കിനകത്ത് പരിശോധനയായിരിക്കും നടക്കുക. ഫയർഫോഴ്സിൻ്റെ വിഭാഗത്തിൻ്റെ പരിശോധന ഉണ്ടാവും, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധന ഉണ്ടാവും. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് ബോർഡ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ബോർഡ് യോഗത്തിൽ ഉൾപ്പെടെ ചർച്ചയാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 5 പേരാണ് കഴിഞ്ഞ ദിവസം ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്ന സമയത്ത് മരണപ്പെട്ടിട്ടുള്ളത്. 7:40, 7:45 കൂടിയിട്ടായിരുന്നു ഇന്നലെ ഒരു പൊട്ടിത്തെറി ഉയരുകയും ഒരു 1.5 മണിക്കൂറോളം വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് പുക ഉയരുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് 5 പേർ മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരാൾ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ മരണപ്പെട്ടിരുന്നു. ഈ സമയത്താണ് അയാൾ എത്തുന്നത്. പക്ഷേ അയാൾ എത്തിച്ചത് മരണപ്പെട്ടതിന് ശേഷമാണ്. പിന്നീട് 2 പേർ വന്നിട്ടുള്ളത് ആത്മഹത്യാ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഉൾപ്പെടെയുള്ള 4 പേരാണ് പിന്നീട് മരണപ്പെട്ടിട്ടുള്ളത്. ചില ആളുകൾക്ക് അതിൽ മറ്റൊരാൾക്ക് ന്യൂമോണിയ രോഗം
ബാധിച്ചിരുന്നു, മറ്റുള്ള ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടാണ് വന്നത്. അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നും സ്വാഭാവിക മരണമാണ് എന്നുമുള്ള ഒരു വിശദീകരണമാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്നാൽ ആദ്യഘട്ടങ്ങളിലൊന്നും ഈ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറാവാതിരുന്നത് വലിയ വിവാദമായിരുന്നു. പിന്നീട് ടി സിദ്ദീഖ് MLA ഒക്കെ വന്നതിന് ശേഷമാണ് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പാൾ മാധ്യമങ്ങളെ കണ്ട സമയത്താണ് പറഞ്ഞത് ഈ പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ട് ആരും മരണപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. അതേസമയത്ത് തന്നെ ഉയരുന്ന ആരോപണം പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടോ എന്നതിനപ്പുറത്ത് തന്നെ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള മരണം സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. അതായത് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ രോഗിയുമായി ബന്ധപ്പെട്ട് ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ളത് ഡിസ്കണക്ട് ചെയ്യുകയും പിന്നീട് അത് ഘടിപ്പിക്കുകയും ചെയ്യുന്നതിന് ഇടയിലെടുത്തിട്ടുള്ള സമയം ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായിട്ടൊരു സമയമാണ്. ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തർക്ക വിഷയമായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ 2 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളായിരിക്കും ഇന്ന് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് അത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ട ആളുകളുടെ പോസ്റ്റ്മോർട്ടം ആയിരിക്കും നടക്കുക. മറ്റ് മരണപ്പെട്ട ആളുകളിൽ പരാതിയുമായി ബന്ധപ്പെട്ട് പരാതി അവരുടെ കുടുംബങ്ങൾ മുന്നോട്ടേക്ക് വെക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ബാക്കിയുള്ള 3 ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കടക്കുക. കുടുംബം ഇപ്പോൾ ആരോപണവുമായി വന്നിട്ടുണ്ട്. അതായത് വെന്റിലേറ്റർ മാറ്റുന്ന സമയത്താണ് രോഗി മരിച്ചത് എന്ന് ഈ നസീറയുടെ കുടുംബം, അതായത് വയനാട്ടിൽ നിന്നുള്ള രോഗിയാണ് നസീറയുടെ കുടുംബം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ കുടുംബവും ഈ ഇത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണത്തിന് വിധേയമാകേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ അന്വേഷണം ഇവിടെ നടക്കും. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന ഇവിടെ നടക്കും. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഒരു വിഭാഗം പരിശോധന നടത്തും. എന്ത് സാഹചര്യത്തിലാണ് ഇത് ഒരു പൊട്ടിത്തെറി ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് വന്നിട്ടില്ല. തൽക്കാലം അല്പസമയത്തിനകം 8 മണിയോടുകൂടി തന്നെ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വിഭാഗം ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. 10 കൂടിയിട്ട് മെഡിക്കൽ കോളേജ് ബോർഡ് യോഗവും ചേരുന്നുണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ സജ്ജീകരണങ്ങളൊക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ട് മറ്റ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള സജ്ജീകരണം ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് പുതിയ ബ്ലോക്കാണ്. 2023 PMSSY പദ്ധതി പ്രകാരമാണ് ഈ ബ്ലോക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഈ സജ്ജീകരണങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ബീച്ച് ആശുപത്രി ഉൾപ്പെടെയുള്ള മറ്റ് ആശുപത്രികളിൽ ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം അത്യാധുനിക സൗകര്യത്തോടു കൂടിയിട്ടായിരുന്നു 2023 ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്, ഉദ്ഘാടനം ചെയ്തത്. ഇതിന് ബദലായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളെ മാറ്റിയിട്ട് ഈ മെഡിക്കൽ കോളേജിന്റെ തന്നെ ഭാഗമായിരുന്ന പഴയ കാഷ്വാലിറ്റിയിലേക്കും ബീച്ച് ആശുപത്രിയിലേക്കുമായിരിക്കും ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ ക്രമീകരിച്ചാൽ തന്നെ ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാ രോഗികൾക്കും അവിടെ ലഭ്യമാവാനുള്ള സാധ്യതയില്ല, സാഹചര്യമില്ല. അതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി അത് പരിഹരിച്ച് ഇത് പൂർണ്ണാവസ്ഥയിൽ വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്ന രീതിയിലേക്ക് എത്തേണ്ടതുണ്ട്. അത്തരം നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 100-ലധികം രോഗികൾ കഴിഞ്ഞ ദിവസം കൂടി ഉണ്ടായിരുന്നു. 6 നിലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ രോഗികളെയും മാറ്റിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിലും ബീച്ച് ആശുപത്രിയിലും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ രോഗികൾ മാറിയിട്ടുള്ളത്. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തന്നെ ഭാഗമായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലേക്കും ഇവിടെ അഡ്മിറ്റ് ആയിരുന്ന രോഗികളെ എന്തായാലും മാറ്റിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ ആശുപത്രി ഈ ബ്ലോക്കിന്റെ പ്രവർത്തനം പൂർണ്ണ അവസ്ഥയിലാവേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ജില്ലകളിൽ, അതായത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നൊക്കെ നിരവധി രോഗികൾ എത്തുന്ന ഒരു കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. മലബാറിലെ തന്നെ ചികിത്സയുടെ ഒരു കേന്ദ്രം തന്നെയാണ് ഇത്. അതിനാൽ അവിടെയുള്ള ആശുപത്രി അധികൃതർക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ഇവിടുന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമേ ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ എത്ര കാലം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് പരിഹരിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ സേവനം ഇതിന് താൽക്കാലികമായിട്ട് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ബീച്ച് ആശുപത്രിയിലൊക്കെ ലഭ്യമാകുമെന്ന് പറയുമ്പോഴും ഇവിടെയുള്ള നഴ്സുമാരൊക്കെ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനുള്ള സംവിധാനങ്ങളൊന്നും ആക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ചികിത്സാ ചെലവിനെ സംബന്ധിച്ച കാര്യത്തിലും ഒരു തീരുമാനമായിട്ടില്ല. അത്തരം ചില കാര്യങ്ങൾ, ചില പരാതികളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. സർജറി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യേണ്ട ആളുകൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ സർജറിയുടെ പണവുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നടപടി ഉണ്ടാവേണ്ടതുണ്ട്. ഈ ബോർഡ് യോഗം കഴിഞ്ഞാൽ മാത്രമേ ആ വക കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവൂ എന്നാണ്
നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ബ്ലോക്കിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ പരിശോധന നടക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് മെഡിക്കൽ ബോർഡ് യോഗം അല്പസമയത്തിനകം തന്നെ ചേരും. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ ആരോഗ്യനില സംബന്ധിച്ച കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം രാത്രി പ്രിൻസിപ്പാൾ പറഞ്ഞത് ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ്. അതേസമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം രാത്രി മരിച്ചിട്ടുള്ള ആളുകളുടെ മരണവുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഉയർന്നു വരുന്നുണ്ട്, ആരോപണം ഉയർന്നു വരുന്നുണ്ട്. അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായൊക്കെ വരാനുള്ള സാധ്യതയുമുണ്ട്. ദേവിക, ഗൂഗിൾ, അതോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം ഏത് തരത്തിലാണ്? കാരണം ചില മരണങ്ങളെങ്കിലും നേരത്തെ കൺഫേം ചെയ്തതാണ് തുടങ്ങിയ വാദങ്ങളെല്ലാം പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ അതിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതകൾ ഇനിയും വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവരുടെ ബന്ധുക്കൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? ബന്ധുക്കൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ മരണപ്പെട്ട നസീറയുടെ കുടുംബം ഒരാരോപണം ഉന്നയിച്ചതിനെ TCDക്ക് MLA ഒരു പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ആശുപത്രി ഈ ബ്ലോക്കിലുണ്ടായിരുന്ന ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നത്, പ്രത്യക്ഷത്തിൽ പുറത്തേക്ക് വരുന്നത്. നസീറയെ വെന്റിലേറ്ററിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് നസീറ മരണപ്പെട്ടത് എന്നൊരു കാര്യമായിരുന്നു കുടുംബം TCDക്ക് MLA പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്താണ് ഈ മരണം മാത്രമല്ല അതിലധികം മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് പുക ശ്വസിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇവിടെ ഈ ബ്ലോക്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി ഈ പൊട്ടിത്തെറി ഉണ്ടായി പോകുക വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിന്നതിന് ശേഷം ആണ് മരണം സംഭവിച്ചത് എന്നൊരു ആരോപണവുമായി രണ്ട് കുടുംബങ്ങൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിലൊന്ന് ഈ നസീറയുടെ കുടുംബമാണ്. അത്തരത്തിലുള്ള പരാതികൾ വീണ്ടും ഉയർന്നു വരികയാണെങ്കിൽ ഈ മരണപ്പെട്ട ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ മാത്രമേ പുക ഉൾപ്പെടെയുള്ളവ ശ്വസിച്ചിട്ടുണ്ടോ, എന്താണ് മരണ കാരണം എന്നതിനെ സംബന്ധിച്ച് അറിയാൻ പറ്റൂ. ഈ ആരോപണവുമായിട്ട് ഇന്നലെ TCDക്ക് MLA രംഗത്ത് വന്ന സമയത്ത് തൊട്ടടുത്ത നിമിഷം തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ആ കാര്യത്തെ ഗണ്ണിക്കുന്നുണ്ട്. അത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഈ മരണപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവരുടെ ആരോഗ്യനില സംബന്ധിച്ച കാര്യവും അവരിങ്ങോട്ടേക്ക് വരുമ്പം അവരുടെ ആരോഗ്യനില ഉണ്ടായിരുന്ന കാര്യവും എന്തായിരുന്നു അസുഖം എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പറയുന്ന സമയത്തായാലും ന്യൂമോണിയയും കരൾ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ബാധിച്ച ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ള ആളുകൾ. മറ്റു രണ്ടുപേർ ആത്മഹത്യാ ശ്രമം നടത്തിയതിന്റെ ഭാഗമായി വന്നതാണ്. അതിലൊരാൾ എത്തുമ്പോഴേക്ക് തന്നെ മരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുടുംബത്തിന്റെ ഒരു പരാതിയോ അല്ലെങ്കിൽ ആരോപണമോ വരുന്ന സാഹചര്യത്തിൽ ഈ മരണപ്പെട്ട ആളുകളുടെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് മരിച്ചത് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 6 നിലയിലുള്ള ബ്ലോക്കാണ്. താഴത്തെ നിലയിലാണ് അത്യാഹിത ICU ഉള്ളത്. അതിന് സമീപത്താണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചിട്ടുള്ളത്. ഒരു 3 നിലകളിലേക്കൊക്കെ പുക ഉയർന്നിട്ടുമുണ്ട്. 3 നിലകളിലേക്കൊക്കെ പുക ഉയർന്ന സാഹചര്യത്തിൽ ഈ ആളുകൾ ശ്വസിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ സമയത്തൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന നടപടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു 1-1.5 മണിക്കൂറോളം സമയത്തേക്ക് ഇവിടെ വലിയ രീതിയിൽ പുകയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഒക്കെ എത്തിയതിനു ശേഷം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പുക ഒരു വലിയ കുടലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിച്ചെടുത്ത് പുറത്തേക്ക് കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിലും ഈ പുക ശ്വസിച്ചല്ല മരണപ്പെട്ടിട്ടുള്ളത് എന്ന ഈ പ്രിൻസിപ്പാളിന്റെ ഒക്കെ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം ശരിയാവണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടക്കേണ്ടതുണ്ട്. 2 പരാതികൾ സ്വാഭാവികമായിട്ടും വാക്കാൽ ഉയർന്നു വന്ന സാഹചര്യത്തിലും അത്തരം നടപടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേവിക, ശരി. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ച 2 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുന്നുണ്ട്. ഇതിനിടെ സംഭവത്തിൽ അന്വേഷണത്തിന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. സംഭവ സമയത്ത് നടന്ന മരണങ്ങൾ പുക ശ്വസിച്ച അല്ല എന്നാണ് നിലവിലെ അധികൃതരുടെ വിശദീകരണം. വീഴ്ച മറയ്ക്കാനുള്ള ശ്രമം നടക്കുന്നതായി ആരോപണമുണ്ട്. മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേർന്ന് കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭാരതത്തിന്റെ ശക്തമായ തിരിച്ചടി ഭയന്ന പാക് അധിനിവേശ കശ്മീർ ഭാഗത്തെ ഭരണാധികാരി 2 മാസത്തേക്കുള്ള അവശ്യ ഭക്ഷണങ്ങളും മരുന്നും ശേഖരിക്കാൻ അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പക്ഷേ ഭാരതത്തിന് ഒരു നിലപാട് മാത്രമേ ഉള്ളൂ: ഭീകരതയ്ക്ക് മാപ്പില്ല. പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ സമിതി ഉടൻ യോഗം ചേരും. അതേസമയം പാകിസ്ഥാനെതിരെ സാമ്പത്തിക നടപടികൾ കർശനമാക്കണമെന്ന് അന്താരാഷ്ട്ര ഏജൻസികളോട് ആവശ്യപ്പെടാൻ ഭാരതം. IMF നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ പുനഃപരിശോധിക്കുക, പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാകും ഭാരതം ആവശ്യപ്പെടുക. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ദേവിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ
അതായത് UN സെക്യൂരിറ്റി കൗൺസിൽ അടിയന്തരമായി പഹൽഗാം വിഷയവും അതിനനുബന്ധമായ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളും സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള യോഗം അടിയന്തരമായി തന്നെ ചേരുമെന്നാണ് UN സെക്യൂരിറ്റി കൗൺസിൽ അധ്യക്ഷൻ തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ വിഷയത്തിൽ കൃത്യമായി അപലപിക്കുന്ന ഒരു നീക്കം UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ആ നീക്കത്തെ ലഘൂകരിക്കാനുള്ള ഒരു നീക്കം ചൈനയുമായി സഹകരിച്ച് പാകിസ്ഥാൻ നടത്തിയതും അന്ന് വാർത്തയായിരുന്നു. അത്തരത്തിലുള്ള സംഭവവികാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് യോഗം ചേരുമെന്ന നിലപാട് കൃത്യമായി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ നിലവിൽ 26 വരെ UN സെക്യൂരിറ്റി കൗൺസിലിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗം കൂടിയാണ്. ഏഷ്യ മേഖലയിലുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ആ സെക്യൂരിറ്റി കൗൺസിലിലെ ഒരു അംഗം കൂടിയായി തുടരുന്നത്. ചൈന സ്ഥിരാംഗം കൂടിയാണ്. ഈ രണ്ടുപേരും ചേർന്ന് ഇനിയ നടപടികൾ എന്തായിരിക്കും സ്വീകരിക്കുക എന്നതാണ് വളരെ കൃത്യമായി അറിയേണ്ടത്. തീർച്ചയായും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നിലപാട് പറയുമ്പോൾ ഏത് ദിശയിലാണ് രണ്ട് രാജ്യങ്ങളും ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് എന്ന് വ്യക്തമായ ചിത്രം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അത് ഏറ്റവും നിർണായകമായ ഒരു സംഭവ വികാസമായി ഈ വിഷയത്തിൽ മാറുകയും ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ വിഷയത്തിൽ മാറുകയും ചെയ്യും എന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റു സുപ്രധാന ഘടകങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ സെക്യൂരിറ്റി കൗൺസിലിന് പുറമേയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ധനസഹായം സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെയും ധനസഹായം സംബന്ധിച്ച് കൃത്യമായ പുനഃപരിശോധന വേണമെന്നൊരു ആവശ്യമാണ് ഭാരതം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, 700 കോടി ഡോളറിന്റെ സഹായമാണ് കഴിഞ്ഞ വർഷം പാകിസ്ഥാനെ IMF നൽകിയത്. ഇത്തരത്തിലുള്ള വലിയ തോതിൽ സഹായം നൽകുമ്പോൾ ആ സഹായമെല്ലാം തന്നെ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഭീകരപ്രവർത്തനങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുമ്പോൾ സ്വാഭാവികമായും മയക്കുമരുന്ന് വാണിജ്യത്തിനും അതുപോലെ മയക്കുമരുന്നിന്റെ വിനിമയത്തിനുമായി അത് ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഒരു നിയന്ത്രണം ഇക്കാര്യത്തിൽ വേണമെന്ന ആവശ്യവും മുന്നോട്ട് വെക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തുക കൈമാറുന്നത് ഭാരതത്തിനെതിരെ ഭീകരപ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു എന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നതിനാണ് ഇത് പുനഃപരിശോധിക്കണമെന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനോട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോടും ആവശ്യപ്പെടുന്നത് ഈ തുക ഹവാല ഇടപാടുകളൊക്കെ നടത്തി മറ്റു രീതിയിൽ ഭാരതത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ, അതൊരു പക്ഷേ മയക്കുമരുന്ന് വിപണനത്തിന്റെ രീതിയായിരിക്കാം, അത്തരത്തിലുള്ള പല രീതികളായിരിക്കാം. അത്തരത്തിൽ സുതാര്യമായി നൽകപ്പെടുന്ന പണം ഇത്തരത്തിൽ ബ്ലാക്ക് മണിയാക്കുന്ന അല്ലെങ്കിൽ ഒരു കള്ളപ്പണമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ലോകവിരുദ്ധ സംവിധാനങ്ങളായി പ്രയോജനപ്പെടുത്തുന്ന ഒരു നീക്കത്തിനെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ ദേവിക തന്നെ സൂചിപ്പിച്ചതുപോലെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പട്ടികയിൽ എന്നാണ്, പാകിസ്ഥാനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അടുത്ത കാലത്താണ്, മാസങ്ങൾക്ക് മുമ്പാണ് ഗ്രേ ലിസ്റ്റിൽ നിന്നും പാകിസ്ഥാനെ മാറ്റിയത്. അത് പല രീതിയിലുള്ള ചില നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഇത്തരത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ഫണ്ടിങ്ങും അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള, ഇത് അന്താരാഷ്ട്ര ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് മാത്രമല്ല, മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള ധനവിനിമയം, അതായത് ഒരു പക്ഷേ ചൈനയിൽ നിന്നുള്ള ധനവിനിമയം വരെ അല്ലെങ്കിൽ സാമ്പത്തിക പിന്തുണ വരെ തടയാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. ആ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ നടത്തുന്നത്. ഏറ്റവും സുപ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രാഥമിക ഘട്ടത്തിലെ നയതന്ത്ര നീക്കം കൃത്യമായ നടപടികളിലൂടെ, അതായത് നയതന്ത്ര പ്രതികളെ തിരിച്ചു വിളിക്കുക എന്ന നീക്കങ്ങൾക്കെല്ലാം തന്നെ ഏറ്റവും മുകളിലായി നിലനിൽക്കുന്ന ശക്തമായ ഒരു നിലപാട് ഭാരതം മുന്നോട്ട് വെച്ചത് ഈ ഇൻഡസ് നദിയിലെ വെള്ളം തടയുക എന്നതാണ്. അത്തരത്തിലുള്ള കടുത്ത നടപടിക്ക് ശേഷം ഭാരതം നേരിട്ട് ചെയ്യുന്ന നയതന്ത്ര ഇടപെടലുകളും നയതന്ത്ര നിരോധനങ്ങൾക്കും പിന്നാലെ അന്താരാഷ്ട്ര തലത്തിലെ ഫോറങ്ങളെ കൂടി ഇടപെടുത്തിക്കൊണ്ടുള്ള ഒരു രണ്ടാം ഘട്ട നയതന്ത്ര നീക്കത്തിലേക്ക് ഭാരതം നീങ്ങുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് UN സെക്യൂരിറ്റി കൗൺസിലിലെ ഈ വിഷയം പ്രത്യേകമായി ചർച്ച ചെയ്യാമെന്ന നിലപാട് UN സെക്യൂരിറ്റി കൗൺസിൽ അധ്യക്ഷൻ ഉന്നയിക്കുന്നതും ഭാരതം IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന വായ്പകൾ പ്രത്യേകം പുനഃപരിശോധിക്കണമെന്നൊരാവശ്യം ഭാരതം ഉന്നയിക്കുന്നതും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ഭാരതത്തിന്റെ ആവശ്യവും. തീർച്ചയായും രണ്ടാം ഘട്ട നയതന്ത്ര നീക്കത്തിലേക്ക് ഭാരതം കടന്നിരിക്കുന്നു. രാജ്യങ്ങളുടെ കൺസോർഷ്യങ്ങളും അതുപോലെ തന്നെ ഓർഗനൈസേഷനുകളും ചേർന്ന് നയിക്കുന്ന സംവിധാനങ്ങളിൽ കൂടി പാകിസ്ഥാനെതിരെ നടപടികൾ സ്വീകരിക്കുക എന്ന രണ്ടാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഭാരതം കടന്നിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, യൂറോപ്യൻ യൂണിയൻ അടക്കം ഭാരതത്തോടും പാകിസ്ഥാനോടും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഭാരതം കൃത്യമായ ഒരു തിരിച്ചടി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകും, അല്ലെങ്കിൽ അതിൻ്റെ പല ഘട്ടങ്ങളായി ആരംഭിച്ചു കഴിഞ്ഞു തിരിച്ചടിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ POK-യിലടക്കം കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. POK ഭരണാധികാരി കഴിഞ്ഞ ദിവസം അടിയന്തരമായി തന്നെ 2 മാസത്തേക്കുള്ള ഭക്ഷണവും ആവശ്യമായ മരുന്നുകളും കരുതണമെന്നെല്ലാം നിർദ്ദേശം നൽകിയിരുന്നല്ലോ.
ദേവിക അത്തരത്തിലുള്ള അതായത് ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ആക്രമണം ശക്തമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു നീക്കം ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കൃത്യമായും പാകിസ്ഥാൻ ഭയക്കുന്നു എന്നതിനെ ഏറ്റവും വലിയ ഒരു തെളിവായി തന്നെ ഈ നീക്കത്തെ അതായത് പാക് ഒക്കുപൈഡ് കാശ്മീരിലെ ഭരണാധികാരിയുടെ ഈ നിലപാടിനെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാവുന്നതാണ് ഈ അതിർത്തിയിൽ തന്നെയായിരിക്കും ഭീകരരുടെ ഒളിത്താവളങ്ങളും ഭീകരർക്ക് കടന്നു വരാനുള്ള ചാനലുകളും ഒരു പരിധിവരെ നമുക്ക് ഭീകരരുടെ ബേസ് ക്യാമ്പ് എന്ന് പറയാവുന്ന പ്രദേശങ്ങൾ ഈ അതിർത്തികളിൽ തന്നെയാണ്. അതായത് ലൈൻ ഓഫ് കൺട്രോളിന്റെ മേഖലയിൽ തന്നെയാണ് ഉള്ളത്. ഈ ലൈൻ ഓഫ് കൺട്രോളിന്റെ മേഖലയിലുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ഭാരതം എന്നും സ്വീകരിച്ചിരിക്കുന്ന ഒരു യുദ്ധതന്ത്രം. അല്ലെങ്കിൽ ഭാരതത്തിലേക്കുള്ള ഭീകരത കടത്തിവിടുന്ന സംവിധാനങ്ങളെ തടയാനുള്ള കർശനമായ നീക്കങ്ങൾ, ആ സപ്ലൈ ചെയിനുകൾ മുറിക്കുക എന്ന രീതിയിലുള്ള യുദ്ധതന്ത്രമാണ് എന്നും പാകിസ്ഥാനെതിരെ നീങ്ങിയിരുന്നത്. ആ ഒരു നീക്കം തന്നെയാണ് ഇപ്പോഴും നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന സൂചനകളാണ് നേരത്തെ പുറത്തു വരികയും ചെയ്തത്. സ്വാഭാവികമായും അത്തരം നീക്കങ്ങളെ ലോകരാഷ്ട്രങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും. തങ്ങളുടെ സുരക്ഷ സംബന്ധിച്ചുള്ള വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് കൃത്യമായ നിലപാട് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ നിലപാടിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു. ഭാരതത്തിന് സുരക്ഷ ഒരുക്കുന്നതിന് ഭാരതത്തിന് അവകാശമുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പോലും പറയുന്ന സാഹചര്യമുണ്ടായി. ഈ ആക്രമണം നടന്ന സമയത്ത് തന്നെ അത്തരത്തിലുള്ള പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആക്രമണം തീർച്ചയായും ഉണ്ടായേക്കാം എന്ന ഒരു കൃത്യമായ ഒരു സൂചന അവർക്ക് ലഭിച്ചു എന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി UN സെക്യൂരിറ്റി കൗൺസിലും യുണൈറ്റഡ് നേഷൻസിലും തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാനുള്ള നീക്കം ഭാരതം നടത്തുന്നു എന്ന രീതിയിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തി സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അട്ടാവുള്ള കരാറിന്റെ വാക്കുകൾ ലോകം മുഴുവനും കേട്ടതാണ്. അതായത് ഭാരതം ആക്രമിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തങ്ങൾക്കുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോകം മുഴുവൻ കേട്ടതുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പാക് അധിനിവേശ കാശ്മീരിലെ ഭരണാധികാരിയുടെ നിലപാടുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആക്രമണം നടക്കുകയാണെങ്കിൽ റോഡ് റെയിൽ ഗതാഗതമൊക്കെ അതുപോലെ അനുബന്ധ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങളൊക്കെ തകരുകയും ഈ വെയർഹൌസുകൾക്കൊക്കെ ഭക്ഷണം എത്തിക്കുന്നതിനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ 2 മാസത്തേക്ക് അനിവാര്യമായ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും അതുപോലെ തന്നെ മരുന്ന്, അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട മരുന്നുകളെല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കണമെന്നൊരു നിർദ്ദേശം ഈ 13ഓളം മണ്ഡലങ്ങൾക്ക്, അതായത് ഈ അതിർത്തിയുമായി ചേർന്ന പ്രദേശങ്ങളിലുള്ള സ്ഥാപനങ്ങൾക്കും അതുപോലെ അവിടെയുള്ള ലോക്കൽ ഭരണാധികാരികൾക്കും നൽകിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. കൗൺസിലിൽ തന്നെ അദ്ദേഹം അത് പറയുകയും ചെയ്തു. മറ്റൊരു സുപ്രധാന വിഷയം, $35 ലക്ഷം സ്പെഷ്യൽ ഫണ്ട് ഈ പ്രദേശത്തേക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി, അതായത് അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രയോജനപ്പെടുത്തുന്നതിന് സ്പെഷ്യൽ ഫണ്ട് തയ്യാറാക്കിയെന്നും വാർത്തകൾ വരുന്നുണ്ട്. തീർച്ചയായും പാകിസ്ഥാൻ ഒരു യുദ്ധത്തെ ഭയക്കുന്നു എന്നതിനെ ഏറ്റവും മികച്ച തെളിവ് തന്നെയായി ഇക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഭാരതവും ഇക്കാര്യത്തിൽ കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ്. ഭീകരതയെ പിന്തുടർന്ന് പിടികൂടി ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി മുതൽ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എല്ലാവരും ക്യാബിനറ്റിലെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന എക്സിക്യൂട്ടീവ് അതോറിറ്റികളെല്ലാം തന്നെ കർശന നിലപാട് സ്വീകരിക്കുക കൂടി ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കം ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന തിരിച്ചറിവ് പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ സൂചനകളാണ് ഈ വരുന്ന വാർത്തകളായി വരുന്നത് വിവരങ്ങൾ ഒക്കെയും. ഭാരതത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഭയന്ന് പാക് അധിനിവേശ കശ്മീരിലെ ഭീകരരെ ഒഴിപ്പിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ലോഞ്ച് പാഡുകളിലുണ്ടായിരുന്ന ഭീകരരെയാണ് ഒളിത്താവളങ്ങളിലേക്ക് മാറ്റിയത്. ഇതിനിടെ പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ പാകിസ്ഥാൻ സർക്കാർ നിർദ്ദേശം നൽകി. അതേസമയം ഭീകരർക്കായുള്ള തെരച്ചിൽ തെക്കൻ കശ്മീരിൽ തുടരുകയാണ്. നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദൻ, വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നൊരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമെന്ന പാകിസ്ഥാൻ ഭയക്കുന്നു. പാക് അധിനിവേശ കശ്മീരിലെ ഭീകരരെ ഇതുമായി ബന്ധപ്പെട്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല 2 മാസത്തേക്കുള്ള മരുന്നും അവശ്യ ഭക്ഷണങ്ങളും ശേഖരിക്കാൻ അവിടെയുള്ള ജനങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദേവിക, അതുതന്നെയാണ്. ഏത് സമയവും ഭാരതം തക്കതായ നാണയത്തിൽ തിരിച്ചടിക്കും ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് പ്രധാനമായും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തെയും നേരിടുവാൻ ഈ അതിർത്തിയിലുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്കാണ് ഈ ടെററിസ്റ്റ് ലോഞ്ച് പാഡ്, അതായത് ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറ്റുവാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഭീകരവാദികളെ താമസിപ്പിക്കുന്ന സ്ഥലമാണ് ഈ ലോഞ്ച് പാഡുകൾ. അങ്ങനെ അതിർത്തി മേഖലയിലെ ഉറിയടക്കമുള്ള ഈ POKയും അടുത്ത് ചേർന്ന് കിടക്കുന്ന മേഖലകളിലെ 3 ലോഞ്ച് പാഡുകളിൽ നിന്നും ഭീകരരെ പൂർണ്ണമായും ഒഴിപ്പിച്ച് പാകിസ്ഥാനിലേക്കുള്ള POKയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ് IB ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല മറ്റ് രഹസ്യാന്വേഷണ ഭാരതത്തിൻ്റെ തന്നെ മിലിറ്ററി ഇൻ്റലിജൻസ് അടക്കമുള്ള രഹസ്യാന്വേഷണ വിഭാഗവും ഈ പാകിസ്ഥാൻ ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ നിന്നും പൂർണ്ണമായി ആൾക്കാരെ ഒഴിപ്പിച്ചു എന്നുള്ളതാണ് മിലിറ്ററി ഇൻ്റലിജൻസ് അടക്കം കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഭാരതം തക്കതായ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അതിർത്തി മേഖലയിലുള്ള ആൾക്കാരോട്, ജനങ്ങളോട് 2 മാസത്തേക്കുള്ള
അടക്കമുള്ള ഭക്ഷ്യധാന്യങ്ങളും മറ്റും ശേഖരിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മരുന്നും ആവശ്യമായ മുഴുവൻ സാധനങ്ങളും കുറഞ്ഞത് 2 മാസത്തേക്ക് ശേഖരിച്ച് വെക്കാനാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഏത് സമയവും ഭാരതം കടന്നാക്രമിക്കുമെന്നുള്ള ഒരു ഭീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ ഉള്ളത്. അതേസമയം നമുക്കറിയാം ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഭാരതത്തിന് പിന്തുണയുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ പാകിസ്ഥാൻ തേടിയെങ്കിലും ഭാരതത്തിന് അനുകൂലമായൊരു നിലപാടാണ് അറബി രാഷ്ട്രങ്ങൾ പോലും വെക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പാകിസ്ഥാനോട് ഈ പെഹൽഗാം അക്രമത്തിന് കാരണക്കാരായിട്ടുള്ളവരെ വിട്ടു നൽകണമെന്നും ഈ ടെററിസം പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും അടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ ലോകരാഷ്ട്രങ്ങളും ഭാരതത്തോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും പാകിസ്ഥാൻ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ആശങ്കയിലും ഭയപ്പാടിലുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അതിർത്തി മേഖലയിലുള്ള ഭീകരരുടെ ടെററിസ്റ്റ് ലോഞ്ച് പാഡിൽ നിന്നും ഈ ഭീകരരെ അവിടെ നിന്നും ഒഴിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായത്. അതേസമയം തന്നെ ഈ തെക്കൻ കാശ്മീരിലുടനീളം തന്നെ പരിശോധന തുടരുകയാണ്. 11ാം ദിവസവും ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ 26 പേരുടെ മരണത്തിന് ഇടയാക്കിയ അവരെ കൊലപ്പെടുത്തിയ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തെക്കൻ കാശ്മീരിലുടനീളം സജീവമായി തന്നെ നടക്കുന്നു. പ്രത്യേകിച്ച് പീർ പഞ്ചൽ മലനിരകളിലാണ് കൂടുതലായി പരിശോധന നടക്കുന്നത്. ഇവർ ജമ്മു മേഖലയിലേക്ക് കടന്നിരിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ജമ്മു മേഖലയിലും അതേപോലെ തന്നെ ഈ പീർ പഞ്ചാലിലെ ജമ്മുവിനോട് ചേർന്ന് കിടക്കുന്ന മലനിരകളിലും ഒക്കെ തന്നെ സജീവമായിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ പാരാ കമാൻഡോകളെ എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു. അങ്ങനെ ഉൾക്കാടുകളിലും ഇപ്പോൾ ഈ പാരാ കമാൻഡോകൾ തിരച്ചിൽ നടത്തുകയാണ്. പ്രധാനമായും പ്രാദേശികപരമായിട്ടുള്ള ആൾക്കാർ ഈ ഭീകരവാദികൾക്ക് സഹായം ചെയ്തു നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇൻ്റലിജൻസ് ബ്യൂറോയും കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അങ്ങനെ വെള്ളവും ഭക്ഷണവും ഈ ഭീകരവാദികൾക്ക് നൽകിയ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് കൂടുതൽ മേഖലകളിലേക്ക് ഈ തിരച്ചിൽ വ്യാപിപ്പിച്ചുകൊണ്ട് ഈ ഭീകരവാദികളെ പിടികൂടാൻ ജീവനോടുകൂടി തന്നെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഭാരതത്തിൻ്റെ പ്രത്യേക ദൗത്യസംഘം. അതിൽ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ പ്രത്യേക ഫോഴ്സ് അടക്കമുള്ള അവർ ഈ ഒരു പ്രത്യേക ദൗത്യസംഘത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇന്നലെ രാത്രിയിലും തുടർച്ചയായ 10ാം ദിവസവും ഇന്നലെ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ BSFൻ്റെ ഔട്ട് പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാൻ വെടിയുതിർത്തിരുന്നു. അഖ്നൂറിലും അതേപോലെ തന്നെ ഉറി സെക്ടറിലും അടക്കമുള്ള ഔട്ട് പോസ്റ്റുകളിലേക്കാണ് പ്രധാനമായും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് വെടിയുതിർത്തത്. ശക്തമായ നാണയത്തിൽ പാകിസ്ഥാനും തിരിച്ചടിച്ചിട്ടുണ്ട്. BSFും തിരിച്ചടിച്ചിട്ടുണ്ട്. ദേവിക, തന്നെയാണ് ഭാരതത്തെ ലോകരാഷ്ട്രങ്ങൾ വരെ പുകഴ്ത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഭാരതത്തോടൊപ്പം ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ലോകരാഷ്ട്രങ്ങൾ അടക്കം പിന്തുണയുമായി രംഗത്തെത്തുന്ന സമയത്ത് ഭാരതത്തിനുള്ളിൽ തന്നെ രാഷ്ട്രീയ ലാഭങ്ങളെ ചൊല്ലി സ്വന്തം സൈന്യത്തെ അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന് തെളിവില്ല എന്ന പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി. എവിടെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതെന്ന് ഇപ്പോഴും അറിയില്ലെന്നാണ് ചന്നിയുടെ പരാമർശം. കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയിൽ വിമർശനവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഗൗതം നാരായണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഗൗതം, ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു ഭീകരാക്രമണം നേരിട്ട് ഭാരതം തിരിച്ചടിക്കാനായി ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സ്വന്തം സൈന്യത്തെ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനമായി ഉയർത്തി നിർത്താൻ പറ്റുന്ന സൈനിക ബലത്തെ അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ്. ഇതിനെതിരെ BJP രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞു വെക്കുന്നത്? ദേവിക, ഇത് ആദ്യത്തെ സംഭവമല്ല. കോൺഗ്രസിൻ്റെ നേതാക്കൾ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ സൈന്യത്തെയും അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ സൈന്യം നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു ശൈലി മുൻപും കോൺഗ്രസിൻ്റെ പല നേതാക്കൾക്കുണ്ട്. നേരത്തെ ബാലാക്കോട്ടിൽ ഭാരതം എയർ സ്ട്രൈക്ക് നടത്തിയ ഘട്ടത്തിലും ഉറിക്ക് തിരിച്ചടി എന്ന നിലയിൽ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ ഭാരതം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ഘട്ടത്തിലുമൊക്കെ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഇതേ രീതിയിൽ എവിടെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്, എനിക്ക് അത് മനസ്സിലാകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഈ സൈന്യത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഒരു കനത്ത തിരിച്ചടി ഭാരതം നൽകുന്നത് കാത്തു നിൽക്കുകയാണ് രാജ്യത്തെ 140 കോടി ജനങ്ങൾ. അത്തരമൊരു വലിയ ദേശീയ വികാരം രാജ്യത്തിനകത്ത് നിൽക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇന്ത്യൻ സൈന്യത്തിന് പിന്നിൽ അണിനിരക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും MP-യും അതോടൊപ്പം തന്നെ പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയുമായ ചരൺജീത് സിംഗ് ചന്നിയാണ് ഇപ്പോൾ വീണ്ടും സൈന്യത്തെ അപമാനിച്ച് രംഗത്തെത്തിയിരിക്കുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ്. സർജിക്കൽ സ്ട്രൈക്കും എയർ സ്ട്രൈക്കും ഇന്ത്യ മുൻപ് നടത്തിയത് ഒരു തെളിവുമില്ല, താൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നതാണ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രതികരണം. എവിടെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് എന്ന്
സൈന്യം വ്യക്തമാക്കണം. മാത്രമല്ല ആ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെങ്കിൽ അതിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടതായി താൻ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെങ്കിൽ അതിൻ്റെ പ്രൂഫ് കാണിക്കണം, തെളിവ് കാണിക്കണം എന്നാണ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇതിന് സമാനമായ രീതിയിലുള്ള പ്രസ്താവന മുൻപും കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം സർജിക്കൽ സ്ട്രൈക്കും എയർ സ്ട്രൈക്കും നടന്നു എന്നതിൻ്റെ നിരവധി തെളിവുകൾ, ഒന്നതിൻ്റെ ദൃശ്യങ്ങൾ പല ഘട്ടങ്ങളിലായി സൈന്യം പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല ഇന്ത്യൻ മാധ്യമങ്ങൾക്കുപരിയായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത്തരം സർജിക്കൽ സ്ട്രൈക്കും എയർ സ്ട്രൈക്കും ഭാരതം നടത്തി എന്നത് സംബന്ധിച്ചുള്ള തെളിവുകൾ നിരത്തിയതാണ്. കാരണം ഏറ്റവും ഒടുവിൽ എയർ സ്ട്രൈക്കാണ് 2019 ഇന്ത്യ ഈ ലൈൻ ഓഫ് കൺട്രോൾ കടന്നുപോയി ഇന്ത്യൻ പോർവിമാനങ്ങൾ അങ്ങ് ബാലാകോട്ടിൽ പോയി നടത്തിയത്. അന്ന് ഈ ബാലാകോട്ടിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ താവളത്തിൽ ഏതാണ്ട് 9 ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളെ പാകിസ്ഥാൻ പട്ടാളം വിലക്കിയിരുന്നു. പ്രത്യേകിച്ച് റോയിറ്റേഴ്സ് പോലുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളെ ആ പരിസരത്തേക്ക് പോലും അടുപ്പിക്കാതെ ഈ പാകിസ്ഥാനിലെ സൈന്യം എന്തുകൊണ്ട് അവിടെ ഒരു സുരക്ഷ ഒരുക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ താവളത്തിൽ വലിയ പ്രഹരമാണ് ഇന്ത്യൻ പോർവിമാനങ്ങൾ നൽകിയത്. ഏതാണ്ട് 100-ന് മുകളിൽ 100-നും 300-നും ഇടയിൽ ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ത്യൻ സൈന്യം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ സൈന്യം പറയുന്നതിന് സമാനമായ രീതിയിലുള്ള ഭാഷയാണ് കോൺഗ്രസ് നേതാവിൻ്റെതും. അതായത് പാക് സൈന്യം പറയുന്നത് സർജിക്കൽ സ്ട്രൈക്കോ എയർ സ്ട്രൈക്കോ ഇന്ത്യ നടത്തിയിട്ടില്ല എന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വക്കാലത്തുമായി കോൺഗ്രസ് നേതാക്കൾ ഈ ഘട്ടത്തിലും രംഗത്തെത്തുകയാണ്. ഇങ്ങനെ ഒരു എയർ സ്ട്രൈക്കോ സർജിക്കൽ സ്ട്രൈക്കോ മുൻപ് നടന്നു എന്നതിന് ഒരു തെളിവുമില്ല എന്നതാണ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ എംപിയുമായ ചരൺജീത് സിംഗ് ചന്നിയുടെ വാദമുഖം. ദേവിക. തന്നെയാണ് വീണ്ടും സൈന്യത്തെ അപമാനിച്ചിരിക്കുന്നു കോൺഗ്രസ്. ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന് തെളിവില്ല എന്നാണ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത്ത് സിംഗിന്റെ വാദം. എവിടെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതെന്ന് ഇപ്പോഴും അറിയില്ലെന്നും ചരൺജിത്ത് സിംഗ് ചന്നി പരാമർശിച്ചു. കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയിൽ വലിയ വിമർശനമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് തുടർന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. വരുന്ന 3 മണിക്കൂറിൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് വരുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് തലസ്ഥാനത്തടക്കം വലിയ രീതിയിലുള്ള മഴയാണ് പെയ്തത്. ഇടിമിന്നലോടുകൂടിയ മഴയും തുടർന്നുണ്ടായ വെള്ളക്കെട്ടവും വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നും മഴ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള മഴയാണ് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടായി. പലയിടത്തും വെള്ളക്കെട്ട് പോലും രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ കോർപ്പറേഷനെതിരെ എല്ലാം വലിയ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കാരണം ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നൊരു സാഹചര്യമാണ് നഗരത്തിലുള്ളത് എന്ന് ജനങ്ങൾ പരാതി പറഞ്ഞിരുന്നു. വലിയ രീതിയിലുള്ള മഴ, ഒപ്പം ഇടിമിന്നൽ, കാറ്റ് എല്ലാം ശക്തമായിരുന്നു. ഇന്നും മഴ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വരുന്ന 3 മണിക്കൂർ നിർണായകമാണ്. കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഇന്നും മഴ തന്നെയാണല്ലേ? മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നത്. വരുന്ന 3 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മാത്രമല്ല മണിക്കൂർ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ് ജില്ലകളിലും ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്നും മഴ തുടരും. അതിശക്തമാണോ എന്ന കാര്യത്തിൽ ഇതുവരെ വീണ്ടും ഇനിയും അതിൻ്റേതായിട്ടുള്ള അപ്ഡേഷൻ വരാനിരിക്കുകയാണ്. കൂടുതൽ എന്തായാലും നിലവിൽ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയുണ്ടായിരുന്നു. വൈകുന്നേരം 4 മണിക്ക് ആരംഭിച്ച മഴ വളരെ ശക്തമായി തിരുവനന്തപുരം നഗരത്തിൽ പെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. പലയിടങ്ങളിലും നഗരത്തിൻ്റെ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് തമ്പാനൂരും റെയിൽവേ സ്റ്റേഷനിലടക്കം വെള്ളം കയറുകയും ട്രെയിൻ ഗതാഗതം
വൈകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബേക്കറി ജംഗ്ഷൻ, അതോടൊപ്പം തന്നെ വഞ്ചിയൂർ, ഗൗരീശപട്ടം തുടങ്ങി വിവിധ മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഗതാഗതം തടസ്സവും ഏറെ നേരം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ചില ഏതാനും ഇടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിൽ മരം വീഴുന്നതും അതോടൊപ്പം തന്നെ അങ്ങനത്തെ സാഹചര്യത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റത് തിരുവനന്തപുരത്ത് തന്നെ വർക്കലയിൽ ഒരു 19 വയസ്സുകാരൻ ഇടിമിന്നലേറ്റ് മരിക്കുകയും ചെയ്തു. വർക്കല സ്വദേശിയാണ്. വീടിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഇടിമിന്നലേക്കാണ്, അങ്ങനെ മരണം സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ ആണ് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിലുണ്ടായത്. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിലടക്കം മഴ ശക്തമായി പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയെല്ലാം മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും വലിയ രീതിയിൽ ഉള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മഴ ഇന്നും തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുള്ളത്. അത് കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുമ്പോൾ അതിൻ്റെ അധികൃതർ വേണ്ട വണ്ണമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാത്തതാണ് ഇപ്പോഴും ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകാനൊരു കാരണമായിട്ട് വിലയിരുത്തുകയും ചെയ്തു. ഒരു ചെറിയ മഴ പെയ്താൽ പോലും നഗരം വെള്ളക്കെട്ടിലായി മാറുന്നൊരു സാഹചര്യമുണ്ട്. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും ആ വെള്ളം അവിടെ നിന്നും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മാർജ്ജനം എന്ന നിലയിലൊക്കെ നടക്കുകയുള്ളൂ. അതായത് ഒഴുകി പോകുന്നതിന് സുഗമമായ ഒഴുക്ക് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. ആ സമയത്തെല്ലാം ഗതാഗത തടസ്സം വളരെയേറെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും വലുതാണ്. ഇത് കാലാകാലമായിട്ടുള്ളതാണ്. എന്നാൽ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട്, അതായത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തരം ഓടകൾ ശുചീകരിക്കുന്നത് അടക്കമുണ്ടാക്കുന്ന ഒരു വീഴ്ച കൂടിയാണ് ഇത്തരത്തിൽ വെള്ളത്തിൻ്റെ ഒരു സുഗമമായ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്നതിന് കാരണമാകുന്നത്. ഏതായാലും ഇന്നും അതുപോലെ തന്നെയാണ്, സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതായിട്ട് പുറപ്പെടുവിക്കാനുണ്ട്. ഇന്ന് നിലവിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ദേവിക. ശരി പ്രശാന്ത്, കാലാവസ്ഥാ വ്യതിയാനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയും എലിപ്പനിയും വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ RRT യോഗം ചേർന്നതിന് പിന്നാലെയാണ് ഈ വിലയിരുത്തൽ വരുന്നത്. ഈ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്? ആരോഗ്യവകുപ്പിൻ്റെ യോഗം ചേർന്നതിന് ശേഷം ഉണ്ടായത് മുന്നറിയിപ്പാണ്. കാരണം ഇത്തരത്തിൽ മഴ കെടുതികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സാംക്രമിക രോഗങ്ങൾ പടരുവാനും അതോടൊപ്പം തന്നെ കൊതുക് അടക്കമുള്ളവ മുട്ടയിട്ട് പെരുകുവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഡെങ്കിപ്പനി അടക്കമുള്ളവ ഉണ്ടാകുവാൻ സാധ്യത. അതായത് ഇനി വരുന്നത് ഈ ജൂൺ മാസത്തോടു കൂടി മഴ കൂടുതൽ ശക്തമാവുകയും പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുകയും അത് പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് പറയുന്നത്. അതായത് ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങൾ, കേവലം ഒരു ഡെങ്കിപ്പനി മാത്രമല്ല, സമാനമായ സാഹചര്യത്തിൽ സാംക്രമിക രോഗങ്ങൾ അടക്കം പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം എന്ന നിലയിൽ ഈ കൊതുകിൻ്റെ മുട്ട നശിപ്പിക്കുന്നത് അടക്കമുള്ള അടിയന്തര നടപടിയിലേക്ക് കടക്കണം. മാത്രമല്ല മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടാതിരിക്കുമുള്ള നീക്കങ്ങൾ നടത്തണം. മാത്രമല്ല ഈ അടിയന്തര സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ എങ്ങനെ ഫലപ്രദമായി നേരിടാമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ ചർച്ച ചെയ്തത്. എന്തായാലും ഇതിനൊരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഇത്തരത്തിൽ മഴ ഇങ്ങനെ ശക്തമായി തുടരുകയും അത് വെള്ളക്കെട്ട് രൂപപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി അടക്കമുള്ളവ പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല ഇപ്പോൾ ഈ പേവിഷബാധ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് പലയിടങ്ങളിലും പട്ടി കടിക്കുന്നതെല്ലാം അത് പേവിഷബാധയായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലടക്കം ഈ ആൻറ്റി റാബിസ് വാക്സിൻ എത്തിക്കുവാനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് ഇന്നലത്തെ യോഗത്തിൽ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നൊരുക്കങ്ങളുടെ ഭാഗത്ത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു നടപടി എന്ന നിലയിൽ ഇന്നലെ ഒരു യോഗം ചേർന്ന് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളെന്ന് പറയുന്നത് ഇതിൽ ഇനി ഇത്തരം രോഗം വരാതെ ശ്രദ്ധിക്കുവാനുള്ളൊരു മുന്നറിയിപ്പ് എന്ന നിലയിലും പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം നടത്തിക്കൊണ്ട് എത്രത്തോളം ഏത് രീതിയിലെല്ലാം ഇതിനെ തടയിടാമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇതിന് എത്ര കണ്ട് ഫലപ്രദമായി വരാമെന്നതാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ എല്ലാ വർഷവും സാമാന്യമായ രീതിയിൽ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലെല്ലാം ഇത്തരത്തിൽ യോഗങ്ങൾ ചേരുകയും മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളും ഡെങ്കിപ്പനി അടക്കമുള്ള സാംക്രമിക രോഗങ്ങൾ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന കാര്യങ്ങളെല്ലാം
അത്തരത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നെല്ലാം യോഗത്തിൽ പറയുകയും ചെയ്യും. എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടാകാറില്ല. മാത്രമല്ല ഈ മഴക്കാലങ്ങൾ ആയാൽ തുടങ്ങി, അതായത് ജൂൺ ജൂലൈ മാസമാകുമ്പോഴുകൂടി വീണ്ടും സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുകയും അടക്കമുള്ള എലിപ്പനിയും ഡെങ്കിപ്പനിയും അടക്കമുള്ളവ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തത് പതിവാണ്. സമാനമായ രീതിയിലാകുമോ അതോ ഈ ആരോഗ്യവകുപ്പ് പറഞ്ഞ രീതിയിൽ തന്നെ ഈ മുന്നറിയിപ്പുകൾ നൽകുന്ന മുറയ്ക്ക് തന്നെ ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്നെല്ലാം ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുള്ളൂ. എന്തായാലും ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആരോഗ്യവകുപ്പ് ഒരു യോഗം ചേർന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശരി, ഇനി പൂരനഗരിയിലേക്കാണ്. പൂരം പൊടിപൂരം. തൃശൂർ പൂരത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. മെയ് 5-ന് നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം നട തുറന്ന് പൂരവിളംബരം നടത്തുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുന്നത്. വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സനു, ഇപ്പോൾ അവിടെ പൂരത്തിന്റെ ഒരു വൈബ് തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റും ഇപ്പോഴേ ആളുകളുടെ വലിയൊരു തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം പൂരം എന്ന് പറയുന്നത്, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. അത് മറ്റൊരു ഉത്സവ നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ദേവിക, പൂരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തൃശ്ശൂരിൽ പൂർത്തിയായിരിക്കുകയാണ്. അതായത് പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റിന് തൊട്ടു പിന്നാലെ തൃശ്ശൂർ ഒന്നാകെ ഒരു പൂര വൈബിലേക്ക്, താളമേള വർണ്ണ കൊഴുപ്പിലേക്ക് തന്നെ മാറി എന്ന് വേണം പറയാനായിട്ട്. അതായത് പൂരത്തിന് മുന്നോടിയായിട്ട് നാളെയാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തൃശ്ശൂർ നഗരം ഒന്നാകെ ഈ പൂരനഗരിയിലേക്ക്, വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പൂരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുക്കിയിട്ടുള്ള എക്സിബിഷനിലേക്ക് അടക്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ ജനത്തിരക്കാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്താണ്. അതായത് ക്ഷേത്രത്തിലേക്കുള്ള തിരക്കുകൾ തന്നെ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് വടക്കുംനാഥനാണ് നമ്മുടെ ഈ പൂരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. വടക്കുംനാഥൻ ഇല്ലാതെ ഈ പൂരം പൂർണ്ണമാവില്ല. അതായത് പൂരത്തിന്റെ പ്രധാന പങ്കാളികൾ പാറമേക്കാവും തിരുവമ്പാടി ക്ഷേത്രങ്ങളാണെങ്കിലും വടക്കുംനാഥന് മുന്നിലെത്താതെ പൂരം പൂർണ്ണമാവില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. അതായത് തിരുവമ്പാടി ക്ഷേത്രവും അതേപോലെ പാറമേക്കാവ് ക്ഷേത്രവും 8 ഘടകപൂരങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. എന്തായാലും അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും തൃശ്ശൂരിൽ പൂർത്തിയായിരിക്കുകയാണ്. അതേപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ നടപടികളോടുകൂടിയാണ് ഇക്കുറി പൂരം നടക്കുന്നത്. അതായത് ആദ്യമായിട്ട് DGP തന്നെ നേരിട്ട് വന്ന് തൃശ്ശൂരിലെ പൂരത്തിന്റെ സുരക്ഷ വിലയിരുത്തിയ ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതായത് അട്ടിമറി വിരുദ്ധ സേനയുടെയും അതേപോലെ തന്നെ പോലീസിന്റെ കമാൻഡോ വിഭാഗങ്ങളുടെയും സുരക്ഷയിലായിരിക്കും ഇക്കുറി തൃശ്ശൂർ പൂരം നടക്കുക. എന്തായാലും പോലീസിന്റെയും അതേപോലെ സന്നദ്ധ സംഘടനകളുടെയും മറ്റ് എല്ലാ ഏജൻസികളുടെയും ഭാഗത്തു നിന്നൊരു സമഗ്രമായിട്ടുള്ളൊരു സുരക്ഷയും ഈ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളാണ് നിലവിലിവിടെ പുരോഗമിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ ഇടത് ഭാഗത്താണ് പാറമേക്കാവിന്റെ ഈ സാമ്പിൾ വെടിക്കെട്ടിനുള്ള നടപടികൾ പുരോഗമിക്കുന്ന. കുഴികളടക്കം, അതായത് കമ്പക്കെട്ടിനുള്ള കുഴികളടക്കം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ വെടിക്കെട്ടിലടക്കം നിരവധി പുതുമകളോട് കൂടി തന്നെയായിരിക്കും ഇത്തവണ തൃശ്ശൂർ പൂരം ഉണ്ടാവുക. അതായത് പഹൽഗാം ഭീകരാക്രമണം, അതേപോലെ തന്നെ സൈനികരുടെ ആത്മവീര്യം ഉയർത്തുന്ന തരത്തിലുള്ള പല സെഗ്മെന്റുകളും ഈ പൂരം വെടിക്കെട്ടിൽ, സാമ്പിൾ വെടിക്കെട്ടിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അവർ നൽകിയിരിക്കുന്ന ഒരു സൂചന. അതായത് ഈ ആകാശത്ത് ഷൂട്ടൗട്ട് തന്നെ നടത്തും എന്നാണ് ഈ ഇരു വിഭാഗങ്ങളും നമ്മളോട് പറഞ്ഞത്. അതേപോലെ തന്നെ കുടമാറ്റത്തിലടക്കം നിരവധി പുതുമകളോട് കൂടി തന്നെയായിരിക്കും ഇക്കുറി തൃശ്ശൂർ പൂരം ഇവിടെ നടക്കുക. അതായത് ഈ പൂരം കാണാൻ, ഈ പൂര വൈബിലേക്ക് നാടൊന്നാകെ ഒഴുകുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വെടിക്കെട്ടിനുള്ള, സാമ്പിൾ വെടിക്കെട്ടിനുള്ള കുഴികൾ, അതായത് കമ്പക്കെട്ടിനുള്ള കുഴികൾ തയ്യാറാക്കുന്ന ഒരു നടപടിയാണ്. നിരവധി തൊഴിലാളികൾ ഇരുന്ന് അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുക. അതിനുവേണ്ട ഈ സാമ്പിൾ വെടിക്കെട്ടിലടക്കം നിരവധി പുതുമകൾ ഉണ്ടാകുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ അടക്കം നമ്മളോട് അറിയിച്ചിട്ടുള്ള. എല്ലാവരും അതിനുവേണ്ട എല്ലാ നടപടികളും തൃശ്ശൂരിൽ പുരോഗമിക്കുകയാണ്. ദേവിക, തന്നെയാണ് വലിയ രീതിയിലുള്ള സുരക്ഷ മുൻനിർത്തിക്കൊണ്ടുള്ള
ചില നടപടിക്രമങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും തൃശ്ശൂർ പൂരത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. മെയ് 5-ന് നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്ന് പൂരവിളംബരം നടത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. മാത്രവുമല്ല അവിടെ നിരവധി ഭക്തർ അവിടേക്ക് എത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പൂരത്തിനുള്ള തയ്യാറെടുപ്പുകൾ കാണാൻ കൂടി നിരവധി പേർ അവിടേക്ക് എത്തുന്നുണ്ട്. സനു, നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് പൂരം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പൂരത്തിൻ്റെ തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത്. അതവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. അത് കാണാനും അവിടെ വലിയൊരു ജനത്തിരക്കുണ്ട്. മാത്രവുമല്ല അവിടെ പ്രമുഖരായ വ്യക്തികൾ എത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ ഈ പൂരത്തിന് മുന്നോടിയായിട്ട് തന്നെ ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തേക്ക് നിരവധി പ്രമുഖരടക്കം എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ മലയാളത്തിൻ്റെ തന്നെ പറയാനായിട്ട് നമ്മുടെ IM വിജയൻ തന്നെ ഇവിടെ വന്ന് ഈ കമ്പക്കെട്ടിനുള്ള സ്ഥലങ്ങളൊക്കെ അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ്. ഇപ്പം നമുക്ക് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കും. പൂരം വരെ എത്തി, പൂരത്തിൻ്റെ ആഘോഷം വരെ പൂരതേ കണ്ടില്ലേ, കുഴികുത്തി തുടങ്ങിയില്ലേ, അടുത്തെത്തിയില്ലേ. അപ്പം അതിന് പൂരം നമ്മുടെ തൃശ്ശൂർ പൊളിയല്ലേ. പൂരത്തിൻ്റെ ഒരു അനുഭവങ്ങളൊക്കെ എന്താണ്? പൂരത്തിനൊക്കെ നല്ല അനുഭവമാണ്. കാരണം എൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ നീനാണ്. ഞങ്ങൾ മെയിനായിട്ട് മറ്റേ പൂരത്തിന് എലിഞ്ഞത്രമേളം മടത്തിട്ട് വരും. മേളത്തിൻ്റെ ഇടയിൽ നിൽക്കാന്ന് വേറെ വൈബാണ്. പിന്നെ കാലത്ത് ഫാമിലി ആയിട്ട് വരും. ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നിട്ട് അവരെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരിറങ്ങി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം പോവുള്ളൂ. ഈ പൂരം എല്ലാ വർഷവും വ്യത്യസ്തതകൾ നിറയ്ക്കുന്നതാണ്. വെടിക്കെട്ടിലാണെങ്കിലും കുടമാറ്റത്തിലാണെങ്കിലും അത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഒരു ആകാംക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്? നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കൊല്ലം ഭയങ്കര ആർഭാടായിട്ട് നടത്താൻ പോകണം പൂരം. തൃശ്ശൂർ പൂരം തന്നെ ലോകത്ത് അവിടെ ഇല്ലാത്തൊരു സംഭവമാണ്. അതൊന്നും ഒരാൾക്കും നിർത്തിവെക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ എന്തായാലും ഈ കൊല്ലത്തെ പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കൊല്ലം കഴിയുമ്പോൾ ആൾക്കാർ കൂടി വരെ കുറഞ്ഞു തന്നില്ല. അതാണ് ഈ പൂരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. തീർച്ചയായിട്ടും പൂരത്തിന് ഓരോ വർഷവും അതിന്റെ ഖ്യാതി ഉയരുകയാണ്. പൂരത്തിന് എത്തുന്നവരുടെ കാണികളും അതേപോലെ തന്നെ പൂരം കേട്ടറിഞ്ഞു വരുന്നത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളാണെന്നാണ് ഈ തൃശ്ശൂരിൽ നിന്ന് ഇവിടെയുള്ള പൂരപ്രേമികൾ അടക്കം പറയുന്നത്. അതേപോലെ തന്നെ മെയ് 5-ന് തെക്കേ ഗോപുര നട, നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരം നടത്തുന്നതോടുകൂടിയാണ് ഈ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് തുടക്കമാകുന്നത്. ആ ഒരു നിമിഷത്തിന് വേണ്ടി തൃശ്ശൂർ ഒന്നാകെ കാത്തിരിക്കുന്നു എന്ന് വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഈ മണിക്കൂറിലെ പ്രധാന സംഭവങ്ങൾ നോക്കാം മതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലെ രോഗികൾ മരിച്ചതിൽ ദുരൂഹത. രോഗികൾ മരിച്ചത് പുക ശ്വസിച്ചെന്ന ആരോപണം. 3 മരണം അപകടത്തിന് മുമ്പെന്ന് ആശുപത്രി അധികൃതർ. പൊട്ടിത്തെറി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കും. തിരിച്ചടി ഭയന്നു പാകിസ്ഥാൻ. പാക് അധിനിവേശ കശ്മീരിലെ ഭീകരരെ ഒഴിപ്പിച്ചു. ജനങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ നിർദ്ദേശം. ഭീകരർക്കായി 11ാം ദിവസവും തെരച്ചിലൂർജിതം. പാകിസ്ഥാനെതിരെ സാമ്പത്തിക നടപടികൾ ആവശ്യപ്പെട്ട് ഭാരതം. അന്താരാഷ്ട്ര ഏജൻസികളോട് നടപടി ആവശ്യപ്പെടും. IMF-ന്റെ സാമ്പത്തിക സഹായങ്ങൾ പുനഃപരിശോധിക്കുമെന്നും ആവശ്യം. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ. ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ സമിതി ഉടൻ. വീണ്ടും സൈന്യത്തെ അപമാനിച്ച് കോൺഗ്രസ്. സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന് തെളിവില്ല എന്ന് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി. സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ലെന്നും ചന്നിയുടെ പരാമർശം. വിമർശനവുമായി BJP. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇടിയോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും.
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ അപകടത്തിൽ ആശുപത്രിക്കെതിരെ ആരോപണവുമായി മരിച്ചവരുടെ കുടുംബം. വയനാട് സ്വദേശി നസീറയുടെ കുടുംബമാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ആശുപത്രിയിൽ എമർജൻസി എക്സിറ്റ് ഉണ്ടായിരുന്നില്ല. വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് രോഗികളെ പുറത്തെത്തിച്ചത്. മെഡിക്കൽ സപ്പോർട്ട് കിട്ടാൻ കാലതാമസം ഉണ്ടായതായും സഹോദരൻ ജനം ടിവിയോട് പറഞ്ഞു. ഗോകുൽ കെ വേണുഗോപാലിന്റെ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും പുക ഉയരുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് 5ഓളം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മരണം സംഭവിച്ചത് ഇത്തരത്തിലൊരു സംഭവം നടന്നതിൻ്റെ ഭാഗമായിട്ടല്ല. അതായത് പുക ഉയരുന്നതിൻ്റെയോ പൊട്ടിത്തെറി ഉണ്ടായതിൻ്റെയോ ഭാഗമായി നടന്ന പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നൊരു ആരോപണം ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആളിൽ ഒരാളുടെ പേര് നസീറ എന്നാണ്. വയനാട് സ്വദേശിനിയാണ്. അവരുടെ തന്നെ സഹോദരൻ ഇതിൽ ഒരു എതിരഭിപ്രായമായി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. സഹോദരൻ ഇപ്പോൾ ഞങ്ങളോട് ചേരുകയാണ്. നസീറയ്ക്ക് എന്തായിരുന്നു സംഭവിച്ചത്? അവിടെ ICUലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു ICUത്തെ. അപ്പോൾ പെട്ടെന്ന് ഈ സംഭവം നടന്നപ്പോൾ പുറത്തോട്ട് ആക്കേണ്ടത് വന്നപ്പോൾ വെന്റിലേറ്ററിലായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു മഴ പെയ്തതിൻ്റെ ശേഷം അവിടെ ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആൾക്കാരത് മാറ്റലും മൊത്തം പുകയൊക്കെ ഇതായി വന്നതും ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു അവിടെ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയി വന്നപ്പോൾ അവിടെ എമർജൻസി ഡോറില്ലായിരുന്നു. അതൊരു ഇതായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഡോറ് ചവിട്ടിപ്പൊളിച്ച്, എല്ലാവരും കൂടി ഡോറ് ചവിട്ടിപ്പൊളിച്ച് അതിൽ കൂടെയാണ് ഇറക്കിയത്. നിങ്ങളാണോ ഇറക്കിയത്? അതെ, ഞങ്ങൾ സിസ്റ്റർമാരുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇറക്കിയത്. ICUലെ പേഷ്യൻറ്റിനെ എല്ലാവരും ഞങ്ങൾ പുറത്തിറക്കിയത്, എല്ലാവരും കൂടി. എത്ര മണിക്ക് ഇത് കറക്റ്റ് സംഭവിച്ചത്? കറക്റ്റ് ഒരു 7 ആ ഒരു ടൈം ആയിരിക്കും തോന്നുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ടൈം കാര്യങ്ങൾ നമുക്ക് അത്ര ഇതില്ല. ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറോളം കഴിഞ്ഞ് 2 വട്ടം പവർ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് അവിടുന്ന് കാഷ്വാലിറ്റീൻ്റെ അവിടുന്ന് ഒരു പൊട്ടലും ചീറ്റലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര പുക. അവിടുന്ന് ആൾക്കാരെ മാറ്റാൻ പറഞ്ഞു. അപ്പോൾ അതിൽക്കൂടെ ആളുകളൊക്കെ മാറ്റി പിന്നെ ഇങ്ങോട്ട് ഈ ICUൻ്റെ ഇവിടേക്ക് വന്നപ്പോൾ അവിടെ കുറേ ICUയിൽ കിടന്ന പേഷ്യൻറ്റിൻ്റെ ആൾക്കാരും കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഒരു സൈഡിൽ കൂടെ ഇറക്കി വിട്ടു. ഇത് നോക്കുമ്പോൾ അവിടെ എമർജൻസി ഡോറ് ചെങ്ങല വെച്ചിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഡോറ് തുറന്നിട്ട് ഒരു സൈഡിൽ കൂടെ ആൾക്കാരെ ഇറക്കി. പക്ഷേ വെന്റിലേറ്ററിലുള്ള ICU പേഷ്യൻറ്റുകളൊക്കെ ആ ഡോറിൽ കൂടെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. വീൽ ചെയറിൽ അങ്ങോട്ട് അതിൽ കൂടെ പോകാൻ പറ്റില്ലായിരുന്നു. എന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ ഇറങ്ങിയിട്ട് ഒരു ഡോറ് ചവിട്ടി പൊളിച്ചിട്ട് അതിൽ കൂടെ ആണ് പേഷ്യൻറ്റിനെയൊക്കെ ഇറക്കി ICUലുള്ള പേഷ്യൻറ്റുകളെല്ലാവരും ഇറക്കി അവിടെ മുറ്റത്ത് കൊണ്ടുപോയി ഇടുക ചെയ്തത്. അങ്ങനെ പറ്റുള്ളൂ. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് വന്നത്. എന്നിട്ടാണ് ഇവരെ മേലെ ICUലേക്ക് ആക്കിയത്. അതായത് നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ മാറ്റുന്ന സമയത്ത് താഴെ കൊണ്ടുവന്നൊരു 10 മിനിറ്റോളം നിർത്തിയെന്നാണോ പറയുന്നത്? 10 മിനിറ്റോളം അവിടെ നിർത്തി. അവിടെ എല്ലാവരും ആളുകൾ കൂടി നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ സഹോദരി പറഞ്ഞാൽ വെന്റിലേറ്ററിലായിരുന്നു. ഒന്ന് നോർമലായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഫുഡൊക്കെ ജ്യൂസാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ടൈമിലാണ് അത് സംഭവിച്ചത്. പിന്നെ സിസ്റ്റർമാർ ഉണ്ടായിരുന്നു. അവർ ഒക്കെ ഡോക്ടർമാരൊക്കെ വന്നിട്ട് വേഗം പുറത്തേക്ക് ഇറക്കി. പക്ഷേ വെന്റിലേറ്റർ ഇല്ലായിരുന്നു അപ്പോൾ. അതായത് ഇറക്കി പുറത്ത് വന്ന സമയത്ത് നമുക്ക് മെഡിക്കൽ സപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ സപ്പോർട്ട് ഇല്ല. ഡോക്ടർമാരും സിസ്റ്റർമാരും ഉണ്ട്. അതായത് മരുന്നോ ഇതൊന്നുമില്ല. പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റി വരുന്നതല്ലേ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ മേലെ ICUയിൽ എത്തിയപ്പോൾ തന്നെ പൾസ് കുറഞ്ഞു പോയി. പിന്നെ രണ്ടാമത് ഇതായി വന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇത് മാറ്റിയത് കൊണ്ട് ഇത് ഇനി രണ്ടാമത് റിക്കവറി ആയി വരാൻ ടൈം എടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആവുള്ളൂ എന്നും പറഞ്ഞു. പെട്ടെന്ന് ഇത് മാറ്റി ഓക്സിജൻ്റെ ഇത് മാറ്റി രണ്ടാമത് ഇനി റിക്കവറി ആയി വരാൻ ചിലപ്പോൾ നടക്കുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ സംഭവിച്ചു. അതായത് ഇവിടെ നിന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി അരമണിക്കൂറോളം സമയത്തേക്ക് നസീറയ്ക്ക് ജീവനുണ്ടായിരുന്നു? അല്ല, ഇവിടെ വന്ന് ഉണ്ടായിരുന്നു, ജീവനുണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് വെന്റിലേറ്ററിൽ കൊടുത്തു. അപ്പോഴാണ് പറഞ്ഞ പൾസ് കുറഞ്ഞ് ഡോക്ടർ പറഞ്ഞു പൾസ് കുറവാണ്, ഇനി സാധ്യത കുറവാണ് എന്ന് പറഞ്ഞത്. അവിടെ ആകുമ്പോൾ ഓക്കെ, ആദ്യത്തെ ICUലാകുമ്പോൾ റെഡിയായി വന്നതായിരുന്നു. അപ്പോഴാണ് മെഡിസിൻ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മെഡിസിനൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് മെഡിസിൻ ഇതൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഞ്ഞി ജ്യൂസാക്കി കൊടുക്കാൻ അത് കൊണ്ട് വെച്ച് കൊടുത്ത് അതൊക്കെ കഴിച്ചതാണ്. അതൊക്കെ ഇതാക്കി വെച്ച്. നസീർ എപ്പോഴായിരുന്നു ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? മിനിഞ്ഞാന്ന് വിംസിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതായിരുന്നു. അതായത് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ജ്യൂസും കഞ്ഞിയൊക്കെ കഴിക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം. അതെ, കഞ്ഞി ഇതൊക്കെ അവിടെ കുടിച്ചു എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുത്ത് അവർ കുടിച്ചു. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ആളുകളെ ഷിഫ്റ്റ് ചെയ്യാൻ ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും? നിങ്ങൾ ഇതിൻ്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നല്ലോ, ആളുകളെ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. എത്ര സമയം എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റു വെന്റിലേറ്റർ സൗകര്യം കിട്ടാനോ എത്ര സമയം എടുത്തിട്ടുണ്ട്? അവിടുന്ന് ഞങ്ങളൊരു 15 മിനിറ്റ് കൊണ്ട് ആൾക്കാരെയൊക്കെ പുറത്തോട്ട് ഇറക്കി. അത് കഴിഞ്ഞിട്ടാണ് ICUലുള്ള പേഷ്യൻറ്റിനെയൊക്കെ പുറത്തോട്ട് ഇറക്കുന്നത്. അത് ഇറക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എമർജൻസി ഡോറ് കാര്യങ്ങളൊന്നുമില്ല.
ആളുകളും ഇതായിട്ട് അതിലാണ് ഞങ്ങൾ ഒരു ഡോറ് അവിടെ പോയി കണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ഡോറ് ഞങ്ങൾ ചവിട്ടി പൊളിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിയിട്ട് പുറത്തോട്ട് ഇറക്കിയത്. അത് അവിടുന്ന് സ്റ്റെപ്പ് വഴി പിടിച്ച് ആണ് ഇറക്കിയത്. അതിൽ ICUവിലുള്ള വീൽ ചെയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതുള്ളതാണല്ലോ, അതൊക്കെ ഇതാക്കിയിട്ടാണ് ഞങ്ങൾ പുറത്തോട്ട് കൊണ്ടത്. വയനാട് വന്നിട്ടുള്ള നസീറിയുടെ സഹോദരനാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ ഒരു മെഡിക്കൽ സപ്പോർട്ടിൻ്റെ പ്രശ്നം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വയനാട് നിന്ന് കൊണ്ടുവന്നതിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയായിരുന്നു നസീറ എന്ന് പറയുന്നു. ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ജ്യൂസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിച്ചു തുടങ്ങിയിരുന്നു. ആ രീതിയിൽ ആരോഗ്യം മെച്ചപ്പെട്ടതാണ്. പക്ഷേ ഈ പുക ഉണ്ടായതിൻ്റെ തുടർന്ന് ഇവിടെ നിന്ന് വെന്റിലേറ്റർ സഹായങ്ങൾ മാറ്റി പിന്നീട് മറ്റൊരു സ്ഥലത്ത് ആ സംവിധാനം കിട്ടുന്നതിനിടയ്ക്ക് വന്നിട്ടുള്ള ഒരു ഗ്യാപ്പ് മരണത്തിനിടയാക്കിയിട്ടുണ്ട് എന്നൊരു ആരോപണം കുടുംബം തന്നെ, സഹോദരൻ തന്നെ പങ്കുവെക്കുകയാണ്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ CPI പ്രാദേശിക നേതാവിന്റെ ശുപാർശയിൽ നടത്തിയ വില്ലേജ് ഓഫീസർമാരുടെ സ്ഥലംമാറ്റ ഉത്തരവ് തിരുത്തി എറണാകുളം ADM. CPI തൃക്കാക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 2 പേർക്ക് സ്ഥലമാറ്റം നൽകിയതെന്നായിരുന്നു സർക്കാർ ഉത്തരവിൽ പറഞ്ഞത്. ഇത് ജനം TV വാർത്ത ആക്കിയതോടെയാണ് തിരുത്തൽ നടപടിയുണ്ടായത്. ഉത്തരവിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി NGO സംഘം രംഗത്തെത്തിയിരുന്നു. ജനം ഇംപാക്ട് വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ജനം TV ആണ്. സുധീഷ് ഗോപാലായിരുന്നു ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. CPI പ്രാദേശിക നേതാവിന്റെ ശുപാർശയിൽ വില്ലേജ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് വളരെ വിചിത്രമായ ഒരു നടപടിയായിരുന്നു എറണാകുളം ADMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നതിന് ശേഷം ആ CPI തൃക്കാക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന ആ വരി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ കൃത്യമാണ്, കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം CPI നേതാവിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് ഈ സ്ഥലമാറ്റം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഇനി സംശയമൊന്നുമില്ലല്ലോ. തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. ഈ സർക്കാർ ഉത്തരവിൽ സർക്കാരിൻ്റെ കൃത്യമായ രേഖകളിൽ തന്നെ ഈ CPIയുടെ പ്രാദേശിക നേതാവ്, അതായത് തൃക്കാക്കര മണ്ഡലം സെക്രട്ടറിയുടെ നിവേദന പ്രകാരമാണ് ഈ 2 ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം നൽകുന്നതെന്ന് സർക്കാർ ഉത്തരവിൽ തന്നെ എഴുതുകയാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഈ ഭരണതലത്തിലുള്ള ഈ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം അത് എത്രത്തോളം നമ്മുടെ ഭരണ സംവിധാനത്തെ ദോഷകരമായി ബാധിക്കുന്നു, അത് എത്രത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു, ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ ഓരോ വാർത്തയിലൂടെയും കണ്ടതാണ്. എന്തായാലും അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ആദ്യമൊക്കെ നിഷേധിക്കാൻ നോക്കിയെങ്കിലും കൃത്യമായ ആ ഉത്തരവ് സഹിതം നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവരികയും കൃത്യമായി ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അത് സർക്കാരിനെ സംബന്ധിച്ചോളം, ജില്ലാ കളക്ടറെ സംബന്ധിച്ചോളം ഒരു വലിയ നാണക്കേട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്തരവ്, ഈ സ്ഥലംമാറ്റ നടപടികൾ അതേപടി നടത്തുകയും അതോടൊപ്പം തന്നെ ഈ പരാമർശത്തിൽ നിന്നും ഈ പരാമർശം ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഉത്തരവ് ഇറക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പുതിയ ഉത്തരവിൻ്റെ കോപ്പി ഒരു കാരണവശാലും പുറത്ത് പോകരുത് എന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ കോപ്പി പുറത്ത് ആകരുതെന്നുള്ളൊരു കൃത്യമായ ഒരു അജണ്ട കൂടി ഇതിന് പിന്നിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചോളം, റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചോളം, എറണാകുളം ജില്ലാ കളക്ടറേറ്റിനെ സംബന്ധിച്ചോളം ഒരു നാണക്കേട് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. CPIയുടെ ഒരു പ്രാദേശിക നേതാവിൻ്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ ഏറ്റവും കൃത്യമായ രീതിയിൽ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് സമഗ്രമായി തന്നെ പക്ഷപാതങ്ങളൊന്നും തന്നെ പിടിക്കാതെയാണ് ഈ സ്ഥലംമാറ്റ ഉത്തരവുകളൊക്കെ തന്നെ നടത്തുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം NGO സംഘം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ NGO സംഘത്തിൻ്റെ ഒരു ഇടപെടൽ എടുത്തു പറയേണ്ടതാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കൃത്യമായ രീതിയിലുള്ളൊരു പ്രതിഷേധം. അതൊക്കെ തന്നെയാണ് ഈ ഉത്തരവ്, വിവാദമായ ഉത്തരവ് തിരുത്താനുള്ള ഒരു പ്രധാന കാരണം കൂടി. അതായത് സ്ഥലമാറ്റ ഉത്തരവ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ പരാമർശം മാറ്റുകയാണ്. ഈ ഭരണതലത്തിലുള്ള ഇടപെടൽ, അതായത് ഒരു ഉദ്യോഗസ്ഥരെ മാന്യമായി ജോലി ചെയ്യുന്നതിനുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അതിനൊരു കളങ്കമായി തന്നെയാണ് ഈ ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നത്. ആ ഉത്തരവിനെതിരെ വലിയൊരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. എന്നാലും പ്രതിഷേധത്തെ തുടർന്ന് ആ ഉത്തരവ് ഇപ്പോൾ തിരുത്തുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉത്തരവിൻ്റെ പുതിയ കോപ്പി പുറത്തുവിടാതെ കൂടി അവർ കൃത്യമായി അവരുടെ അജണ്ട നടപ്പാക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ആധികാരികമായി ഇതിനകത്ത് പറയാൻ കഴിയുക. ദേവിക, ശരി.
ഇനി ഡൽഹിയിലേക്ക് ഒരിക്കൽ കൂടി എത്തുമ്പോൾ യുദ്ധവിമാനങ്ങൾ രാത്രിയിൽ എക്സ്പ്രസ് വേയിൽ ഇറക്കി വ്യോമസേനയുടെ പരിശീലനം. ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേയിലാണ് യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്തത്. റഫാൽ, മിറാഷ്, ജാഗ്വർ എന്നീ വിമാനങ്ങളാണ് രാത്രിയിൽ ഇറക്കിയത്. ഉയർന്നു വന്നത് വളരെ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം മാത്രമേ ഭാരതം ഓരോ കരുക്കളും നീക്കുകയുള്ളൂ. കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ഭീകരതയ്ക്കെതിരെ ഉണ്ടാവുക എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഭീകരരുടെ നട്ടെല്ലൊടിച്ചതിന് ശേഷം മാത്രമേ തിരികെ എത്തുകയുള്ളൂ എന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. ആണവ യുദ്ധത്തിനടക്കം പാകിസ്ഥാൻ മുതിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം ദീപാവലിക്ക് പൊട്ടിക്കാൻ മാറ്റിവെച്ചിരിക്കുന്നതല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുത്തോടെ മറുപടി പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് ഭാരതത്തിൻ്റെ സൈനിക ബലം, സൈന്യത്തിൻ്റെ കരുത്ത് എന്ന് സൂചിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. യുദ്ധവിമാനങ്ങൾ രാത്രിയിൽ എക്സ്പ്രസ് വേയിൽ ഇറക്കിയിരിക്കുന്നു. വ്യോമസേനയുടെ പരിശീലനം നടക്കുന്നു. ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേയിലാണ് യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്തത്. റഫാൽ, മിറാഷ്, ജാഗ്വർ എന്നീ വിമാനങ്ങളാണ് രാത്രി ഇറക്കിയത്. ഇനി അടുത്ത മണിക്കൂറുകളിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷാഭരിതമായ ചില നിമിഷങ്ങൾ കൂടിയാണ് കടന്നു വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതം ഏത് തരത്തിൽ തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഉണ്ടാകുന്ന തിരിച്ചടി കനത്ത തിരിച്ചടി തന്നെയായിരിക്കുമെന്ന് പാകിസ്ഥാന് ഉറപ്പുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ അതിർത്തിയിലടക്കം പാകിസ്ഥാൻ ദ്രുതഗതിയിൽ നടപടികൾ നടത്തി വരികയാണ്. വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകി വരുന്നു, പ്രഖ്യാപനങ്ങൾ നൽകി വരുന്നു. പക്ഷേ ഭാരത സൈന്യത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയുമോ എന്നൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. പക്ഷേ അത് കഴിയില്ല എന്ന് തന്നെ സൂചിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സൈനിക ബലമാണ് ഭാരതത്തിനുള്ളത്. അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ എക്സ്പ്രസ് വേയിൽ ഇറക്കിയിരിക്കുന്നു വ്യോമസേന എന്നൊരു ഏറ്റവും പുതിയ റിപ്പോർട്ട് കൂടി ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുണ്ട്. ഓസ്ട്രേലിയയിൽ പൊതുതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. 150 അംഗ ജനപ്രതിനിധി സഭയിലേക്ക് സെനറ്റിലെ 40 അംഗങ്ങളുടെയും തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് നയിക്കുന്ന ലേബർ പാർട്ടിയും പീറ്റർ ഡട്ടൺ നയിക്കുന്ന ലിബറൽ നാഷണൽ സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം. 150 അംഗ ജനപ്രതിനിധി സഭയിലേക്കും 76 അംഗ സെനറ്റിലെ 40 സീറ്റിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഐസൻ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൻ, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഭാരത സമയം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ പീറ്റർ ഡട്ടൻ്റെ കൺസർവേറ്റീവ് ലിബറൽ പാർട്ടിയും അതുപോലെ തന്നെ ആന്റണി ആൽബനീസ് നിലവിലെ പ്രധാനമന്ത്രിയുടെ ലേബർ പാർട്ടിയും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത്. സ്വതന്ത്രരും ചെറു പാർട്ടികളും ഗ്രീൻ പാർട്ടി ഉൾപ്പെടെയുള്ള ചില സ്വതന്ത്ര പാർട്ടികളും ചെറു പാർട്ടികളെല്ലാം തന്നെ ഉണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണ നിലവിലെ പ്രതിനിധി സഭയിൽ 151 അംഗങ്ങളാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 150 അംഗങ്ങൾ, അതായത് ഒരംഗത്തിൻ്റെ കുറവ് പുതിയൊരു സർവേ പ്രകാരം നടന്നിട്ടുണ്ട്. 3 വർഷമാണ് ഈ ജനപ്രതിനിധി സഭയുടെ കാലാവധി. ഇതിൽ 150 സീറ്റുകളാണുള്ളത്. 150 സീറ്റിൽ 76 സീറ്റ് നേടിയാൽ ഭൂരിപക്ഷം ഉറപ്പാക്കി ഭരണം നടത്താനുള്ളൊരു സാഹചര്യം തുറന്നു കിട്ടുമെന്നതാണ് പ്രത്യേകത. അതുപോലെ തന്നെ സെനറ്റിലും നമുക്കറിയാവുന്നതാണ്, ലോക്സഭയിലെ പോലെ ഭാരതത്തിലെ ലോക്സഭ പോലെ രാജ്യസഭയും പോലെ സെനറ്റ് എന്ന് പറയുന്നൊരു സംവിധാനം, അതും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന 6 വർഷം കാലാവധിയുള്ളൊരു ബോഡിയാണ്. അതിൽ 6 വർഷം അംഗങ്ങൾക്ക് കാലാവധിയുള്ള ബോഡിയാണ്. അവിടേക്ക് 76 അംഗങ്ങളുള്ള ആ സെനറ്റിലേക്ക് 40 അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കുന്നുണ്ട് എന്നതാണ്
ഏറ്റവും കൃത്യമായൊരു വിവരം ഇത് സംബന്ധിച്ച് നൽകാനുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ 22 മുതൽ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ, ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നുവെങ്കിൽ കൂടി ഏപ്രിൽ 22 മുതൽ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആരംഭിച്ചിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ ഓസ്ട്രേലിയൻ സീയിലെ ക്രിസ്മസ് ഐലൻഡ് ഉൾപ്പെടെയുള്ള വളരെ റിമോട്ടായ ഐലൻഡുകളിലെല്ലാം തന്നെ താമസിക്കുന്നവർക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കുക. അതിനുവേണ്ടി നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ളൊരു സൗകര്യമുണ്ട്. അത്തരത്തിൽ നിരവധി പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 2 കോടിയോളം വരുന്ന ജനസംഖ്യയിൽ വോട്ടർമാരിൽ മുഴുവൻ പേരും വോട്ട് രേഖപ്പെടുത്തൽ, വലിയ തോതിൽ വോട്ട് രേഖപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ വിഷയം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ തന്നെ ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പിലും ഏറ്റവും സുപ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ജീവിത ചെലവുകളുടെ വർധന, പണപ്പെരുപ്പം, അതുപോലെ തന്നെ ഊർജ്ജത്തിൻ്റെ വില വർധന, അതായത് ഇലക്ട്രിസിറ്റിയുടെ വില വർധനയൊക്കെയാണ് വലിയ ബാധ്യതയായി, വലിയ ഉത്തരവാദിത്തങ്ങളായി വരുന്നത്. പീറ്റർ ഡട്ടൺ വളരെ കൃത്യമായി പറയുന്നത്, അതായത് നിലവിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ, പ്രതിപക്ഷ സഖ്യത്തിൻ്റെ നേതാവ് കൂടിയായ പീറ്റർ ഡട്ടൺ പറയുന്നത്, ഈ നികുതിയെല്ലാം തന്നെ ഒഴിവാക്കിയാൽ ഊർജ്ജത്തിൻ്റെ വില അല്ലെങ്കിൽ വൈദ്യുതിയുടെ വില പകുതിയോളം കുറയുമെന്നൊരു നിലപാടാണ്. അത്തരത്തിലുള്ള നിലപാടുകളുടെ ആശയ സമരങ്ങളുടെ, ആശയ തർക്കങ്ങളുടെ ഒരു വേദി കൂടിയായിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പ്. ഇന്ന് വൈകുന്നേരത്തോടെ പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈകുന്നേരം ആകേണ്ടതില്ല, ഒരു 3 മണിയോടുകൂടി പ്രാഥമികമായ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് സമയമെടുക്കും അന്തിമ ഫലം എത്താൻ എങ്കിൽ കൂടി ഒരു പ്രാഥമിക സൂചനകളെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, പല മാധ്യമങ്ങളും അതുപോലെ തന്നെ എക്സിറ്റ് പോളിന് സമാനമായ സർവേകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് വീണ്ടും ആന്റണി ആൽബനീസ് തന്നെ അധികാരത്തിൽ വരുമെന്നൊരു സൂചനയാണ്. അത്തരത്തിലൊരു സൂചനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ ശക്തമായൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ശക്തമായ മത്സരം നിലനിൽക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് എന്നതാണ് ഏറ്റവും പ്രത്യേകത. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് 3 വർഷത്തെ കാലാവധിയുള്ള പ്രതിനിധി സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ശക്തമായ മത്സരം നടക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ദേവിക, ശബരിമലയുടെ വികസനത്തിനായി ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന റോപ്പ് വേ പദ്ധതിക്ക് വിലങ്ങുതടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി ലഭിക്കാത്തതാണ് പദ്ധതി വൈകുന്നതിന് പിന്നിലെ കാരണം. കഴിഞ്ഞ 2 ബോർഡ് മീറ്റിംഗിലും വിഷയം അജണ്ടയായി എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പദ്ധതിയോടുള്ള അതൃപ്തിക്ക് പിന്നിലെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. അരുൺ കൊടുങ്ങൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഇതിൽ താല്പര്യമില്ല എന്നുള്ള കാര്യം ഇവിടെ പ്രസക്തമല്ല. കാരണം ഇത് ഭക്തജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായമല്ല വലുത്. എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഈ റോപ്പ് വേ പദ്ധതിക്ക് വിലങ്ങുതടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ തുടരുന്നത് എന്നുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രി കൃത്യമായ ഉത്തരം പറയേണ്ട ആവശ്യമുണ്ടല്ലോ. ദേവിക, അതിൽ നമ്മൾ ഏറ്റവും മായി നോക്കേണ്ടത്, ഈ വർഷത്തെ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ സർക്കാർ തലത്തിൽ അത് ദേവസ്വം മന്ത്രിയാകട്ടെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകട്ടെ, ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായാണ് ഈ റോപ്പ് വേ പദ്ധതിയെ അവർ അവതരിപ്പിച്ചത്. ഈ മണ്ഡലകാലം തീരുന്ന ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ജനുവരി അവസാനത്തോടെ ഫെബ്രുവരി ആദ്യത്തോടെ ഈ പദ്ധതിക്ക് തടസ്സങ്ങളെല്ലാം മാറി തറക്കല്ലിടുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു ദേവസ്വം മന്ത്രി VN വാസവൻ നടത്തിയത്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് നടത്തിയത്. പക്ഷേ ഈ പദ്ധതി വീണ്ടും അനന്തമായി നീളുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വന്യജീവി വകുപ്പിൻ്റെ ഒരു അനുമതി, ആ അനുമതി ലഭിക്കാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അത് മുഖ്യമന്ത്രി അധ്യക്ഷനായ ഒരു സമിതിയാണ് ഈ വിഷയം പരിഗണിക്കേണ്ടത്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇതിന് അനുമതി നൽകേണ്ടത്. കഴിഞ്ഞ 2 തവണയും ഈ ബോർഡ് മീറ്റിംഗ് ചേർന്നിരുന്നത്. പക്ഷേ ഈ ഒരു വിഷയം ഒരു തരത്തിലും ഇവർ അജണ്ടയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് കാരണം എന്താ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിക്ക് ഈ പദ്ധതിയോട് ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടോ, അല്ലെങ്കിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രഖ്യാപിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയായി പറയുന്ന ഈ പദ്ധതി എന്തുകൊണ്ട് ഇങ്ങനെ അനന്തമായി നീളുന്നു? നമുക്കറിയാം, ഈ റോപ്പ് വേ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായി ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പലതരത്തിലുള്ള അനുമതികൾ ഇല്ലാതിരിക്കുകയായിരുന്നു. പക്ഷേ ഈ തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും എല്ലാം തന്നെ ആവർത്തിച്ച് പറഞ്ഞു, ഇത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്, അത് കൃത്യമായി തന്നെ നടക്കും. ശബരിമലയിലെ ട്രാക്ടറിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് ഈ പദ്ധതി നിർണായകമാകും. അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമായിരുന്നു ഇവർ പറയുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മണ്ഡലകാലത്തിന് മുമ്പ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കും. ഈ റോപ്പ് വേയുടെ നിർമ്മാണം പൂർത്തിയാക്കി
പൂർത്തിയായി. ഏകദേശം 8 മാസത്തിലധികമാണ് ഈ റോപ്വേയുടെ നിർമ്മാണം വേണ്ടത്. അതുകൊണ്ട് തന്നെ ജനുവരിയിൽ തറക്കല്ലിട്ട് അടുത്ത മണ്ഡലകാലത്തിനു മുമ്പ് ഈ റോപ്വേ പദ്ധതി പ്രവർത്തന സജ്ജമാക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പ്രവർത്തനങ്ങൾ അതിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ നടന്നിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിൽ ദേവസ്വത്തിന് വലിയ ഒരു എതിർപ്പുണ്ട്, നീരസമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ തുറന്നു പറയാൻ ഒരു കാരണവശാലും പറ്റില്ല എന്ന് മാത്രമാണ് ഇതിൽ ഉള്ളത്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് ദേവസ്വം ബോർഡിനുള്ളത്. കാരണം ഈ ഒരു സമയത്തെങ്കിലും പദ്ധതിക്ക് തറക്കല്ലിട്ടില്ല എങ്കിൽ അത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാകും. മഴയുടെ കാലമാണ്. മഴയുടെ കാലത്ത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വലിയ താമസം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്തായാലും ശബരിമലയിൽ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും പ്രധാന മാർഗമായി തന്നെയാണ് ഈ റോപ്പ് വേ കാണുന്നത്. ഇനി ശേഷം ഈ കേന്ദ്ര അനുമതി കൂടി ലഭിച്ചാൽ ഒരു കടമ്പ കൂടിയാണുള്ളത്. അത് ലഭിച്ചാൽ ഈ പദ്ധതി എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ പറ്റും, തറക്കല്ലിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ദേവിക. ശരി, ശബരിമലയുടെ വികസനത്തിനായി ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന റോപ്പ് വേ പദ്ധതിക്ക് വിലങ്ങ് തടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി ലഭിക്കാത്തതാണ് പദ്ധതി വൈകുന്നതിന് പിന്നിലെ പ്രധാന കാരണം. കഴിഞ്ഞ 2 ബോർഡ് മീറ്റിംഗിലും വിഷയം അജണ്ടയായി എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പദ്ധതിയോടുള്ള അതൃപ്തിക്ക് പിന്നിലെ കാരണം എന്താണെന്നും വ്യക്തമല്ല. അരുൺ കൊടുങ്ങൂരാണ് ചേർന്നത്. സർക്കാർ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റത്തിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. 2025 മെയ് 31-ന് 3 വർഷ സേവനം പൂർത്തിയാക്കുന്ന മാത്രമേ അപേക്ഷ നൽകാവൂ എന്നാണ് ഉത്തരവ്. ഏകദേശം 7817 ഒഴിവുകളാണ് ട്രാൻസ്ഫറിനായി നിലവിലുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ മലപ്പുറം ജില്ലയിലാണ്. സർക്കാർ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റത്തിന് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ ഇന്ന് വരെയാണ് സമയം. നേരത്തെ അധ്യാപകരുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുവാനും അത് പ്രിൻസിപ്പൽമാർക്ക് തിരുത്തുവാനും കൃത്യമായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുവാനും കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ സംവിധാനം ഒരുക്കിയിരുന്നു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫർ നടത്തുക. തെറ്റായി വിവരങ്ങൾ നൽകുന്നത് നടപടികൾക്ക് വിധേയമാകും എന്നും ഇത്തരം അധ്യാപകരെ സ്ഥലം മാറ്റുമെന്നും മുൻപ് പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തെറ്റുകൾ സംഭവിക്കുന്നവർക്ക് തിരുത്താൻ ഹയർ സെക്കൻഡറി ഡയറക്ടർ അവസരവും നൽകിയിരുന്നു. പരിരക്ഷിത വിഭാഗം, മുൻഗണനാ വിഭാഗം എന്നിവർക്കായി സമർപ്പിക്കുന്ന രേഖകളുടെ ആധികാരികത ഈ വർഷം വിജിലൻസ് പരിശോധനയ്ക്കും വിധേയമാക്കും. ഏകദേശം 7817 ഒഴിവുകളാണ് ട്രാൻസ്ഫറിനായി നിലവിലുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ മലപ്പുറം ജില്ലയിൽ ആണ്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളാണ് തൊട്ടടുത്ത്. ഏറ്റവും കുറവ് ഒഴിവുകൾ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ്. വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഇംഗ്ലീഷ് അധ്യാപകരുടേതാണ്. ഇക്കണോമിക്സിലും മാത്തമാറ്റിക്സിലുമാണ് തൊട്ടടുത്ത്. അതേസമയം ജർമ്മൻ, മ്യൂസിക്, ജിയോളജി വിഭാഗങ്ങളിൽ ഒരൊഴിവ് മാത്രമേ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ളൂ. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം വരാം. സംസ്ഥാന ജില്ലാ തലത്തിൽ വിഷയങ്ങൾ തിരിച്ചുള്ള തത്സമയ ഒഴിവുകൾ പോർട്ടലിൽ ലഭ്യമാണ്. നടപടികൾ വേഗത്തിലാക്കി പുതിയ അധ്യയന വർഷം സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലമാറ്റം പൂർത്തിയാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ജനം, തിരുവനന്തപുരം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ ഇന്ന് എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ. ആലപ്പുഴ നോർത്ത് ജില്ലയുടെ കൺവെൻഷൻ കളർക്കോട് അഞ്ജലി ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. എറണാകുളം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ കൺവെൻഷൻ ഇന്ന് വൈകിട്ട് 5 മണിക്കും നടക്കും. നോർത്ത്, ഈസ്റ്റ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും കൺവെൻഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകും ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന്. ജിജീഷ്, ഇന്ന് എറണാകുളത്തും ആലപ്പുഴ ജില്ലയിലുമാണ് വികസിത കേരളം കൺവെൻഷൻ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി കഴിഞ്ഞോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രാജീവ് ചന്ദ്രശേഖരൻ്റെ ജില്ലകളിൽ തോറുമുള്ള പര്യടനം അത് വലിയ ഒരു ജനസ്വീകാര്യതയാണ്. മാത്രമല്ല പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം നൽകിക്കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പര്യടനം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള വികസിത കൺവെൻഷനുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ആ കൺവെൻഷൻ്റെ ഭാഗമായി ഇന്ന് ആലപ്പുഴയിലും എറണാകുളത്തുമായിട്ടാണ് കൺവെൻഷനുകൾ നടക്കുന്നത്. മാത്രമല്ല ബി.ജെ.പിയുടെ അതാത് ജില്ലകളിലെ ജില്ലാ നേതൃയോഗങ്ങൾ, പാർട്ടി തലത്തിൽ രൂപീകൃതമായ പുതിയ സംഘടനാ ജില്ലകളുടെ നേതൃയോഗങ്ങൾ പ്രത്യേകമായി തന്നെ വിളിച്ചു ചേർത്താണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത്. വികസിത കേരളത്തിലേക്കുള്ള വഴി തുറന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു യാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. എറണാകുളം സിറ്റി, ഒപ്പം തന്നെ നോർത്ത്, ഈസ്റ്റ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വികസിത കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. വികസിത കേരളം കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നു. ഒപ്പം തന്നെയാണ് ആലപ്പുഴയിൽ ഇന്ന് കൺവെൻഷൻ നടക്കുന്നത്. ആലപ്പുഴയിൽ നോർത്ത് ജില്ലയുടെ കൺവെൻഷനാണ് കളർക്കോട് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നത്. ഈ കൺവെൻഷനുകളുടെ എല്ലാം തന്നെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒപ്പം തന്നെ ദേശീയ സംസ്ഥാന നേതാക്കൾ ഈ കൺവെൻഷനുകളിലെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു കൺവെൻഷനിൽ വിവിധ മേഖലകളിലുള്ള ആളുകളെ പങ്കെടുപ്പിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾക്ക് പ്രാതിനിധ്യമുണ്ട്. ബി.ജെ.പിയുടെ വിവിധ തലങ്ങളിൽ
മേഖലകളിലുള്ള ഭാരവാഹികൾ ഈ കൺവെൻഷന്റെ ഭാഗമായി ഒത്തുചേരുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പരിവാർ സംഘടനകളുടെ ഭാരവാഹികളും ഒപ്പം തന്നെ നേതൃസ്ഥാനങ്ങളിലുമുള്ളവരെല്ലാം തന്നെ ഈ കൺവെൻഷന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എങ്ങനെയാണ് കേരളത്തിന്റെ മുന്നോട്ടുള്ള നയം അല്ലെങ്കിൽ വികസനത്തിലേക്കുള്ള നാഴികക്കല്ല്, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. കേരളത്തിനടക്കം ആ വികസിത പദ്ധതികളുടെ ഗുണഭോക്താക്കളായി കേരളവും മാറിയിരിക്കുന്നു. വിഴിഞ്ഞമടക്കമുള്ള നിരവധി പദ്ധതികളിലൂടെ അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആളുകളിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ഒപ്പം തന്നെ അവരെ നേരിട്ട് കണ്ട് സംവദിച്ചുമെല്ലാം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത്. ഇതിനൊപ്പം ആ പ്രദേശത്തെ പൗരപ്രമുഖരായ ആളുകളെ അദ്ദേഹം നേരിട്ട് കാണുന്നുണ്ട്. ഗൃഹസമ്പർക്കം അടക്കം നടത്തിക്കൊണ്ടാണ് എറണാകുളത്തും വിവിധ കൺവെൻഷനുകളിൽ ഇത്തരത്തിൽ ആ കൺവെൻഷനുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി, നേതൃയോഗങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പായി രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകർക്കൊപ്പം ഭാരവാഹികൾക്കൊപ്പം ഇത്തരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശിക്കുന്നുണ്ട്. നാളെ ആലുവയിൽ അദ്വൈതാശ്രമം അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുൻ പ്രാന്ത സംഘചാലകമായിട്ടുള്ള PB മേനോൻ സാർ അദ്ദേഹത്തെയും സന്ദർശിക്കുന്നു. അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആളുകളെ കണ്ടുകൊണ്ടെല്ലാം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ജനകീയ അടിത്തറ കൂടുതൽ വികസിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കൺവെൻഷനുകൾ BJP സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജില്ലയിൽ ഇന്നും നാളെയുമായി ഈ ഒരു യാത്ര എത്തുന്നതും രാജീവ് ചന്ദ്രശേഖരന്റെ പര്യടനം തുടരുന്നതും. രാവിലെ ആലപ്പുഴയിൽ നടക്കുന്ന പരിപാടികൾക്ക് ശേഷമാണ് വൈകുന്നേരം അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ എത്തുന്നത്. തൃപ്പൂണിത്തുറ പൂർണ്ണ ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം നാളെ കളമശ്ശേരിയിലും ഒപ്പം തന്നെ വൈകിട്ട് മൂവാറ്റുപുഴയിലും രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന കൺവെൻഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭീകരവിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് വയനാട്ടിലെ വിവിധ ഇടങ്ങളിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സ് നടന്നു. ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി KP ശശികല ടീച്ചർ വയനാട്ടിലെ വിവിധ ഇടങ്ങളിൽ സംസാരിച്ചു. മാറാടിലെയും കാശ്മീരിലെയും നരഹത്യ ചൂണ്ടിക്കാണിച്ചാണ് വയനാട്ടിലെ വിവിധയിടങ്ങളിൽ ജനജാഗ്രതാ സദസ്സ് നടന്നത്. 3 ഇടങ്ങളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ജനജാഗ്രതാ സദസ്സിൽ ശശികല ടീച്ചർ സംസാരിച്ചു. മതതീവ്രവാദികൾ മാറാടിൽ വീഴ്ത്തിയ കണ്ണീരിൽ നിന്നാണ് ഹിന്ദു ഐക്യവേദി ഉയർന്നു വന്നതെന്ന് ശശികല ടീച്ചർ പറഞ്ഞു. ആരെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചല്ല വരുന്നത്, പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇയാൾ എന്നെ കാര്യം അയാളെ കൊല്ലണം, അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. ആരെ കൊല്ലണം എന്ന ലക്ഷ്യമില്ല, എത്ര പേരെ കൊല്ലണം എന്നുള്ള ലക്ഷ്യമില്ല. അവിടെ കൺമുന്നിൽ കണ്ടവരെ എല്ലാം ചന്നം പിന്നെ വെട്ടിയെടുക്കുക. 10-25 ആൾക്ക് വിട്ടുകൊടുക്കും. കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി എന്നിവിടങ്ങളിൽ നടന്ന പരിപാടിയിൽ ശശികല ടീച്ചർ സംസാരിച്ചു. കൽപ്പറ്റയിൽ നടന്ന പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി വയനാട് ജില്ലാ രക്ഷാധികാരി CP വിജയൻ അധ്യക്ഷനായി. ജനം, വയനാട്. കൊച്ചി കോർപ്പറേഷനിൽ പദ്ധതി നടത്തിപ്പിലും ഫണ്ട് വിനിയോഗത്തിലും ഗുരുതര വീഴ്ച വരുത്തിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടെ അംഗീകാരം ലഭിച്ച 5348 പദ്ധതികളിൽ നടപ്പാക്കാനായത് 45% മാത്രമാണ്. കേന്ദ്ര ആവിഷ്കൃത ഫണ്ടിലും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിലും വിനിയോഗിക്കാനായത് അനുവദിച്ച തുകയുടെ 10% താഴെ മാത്രം. പദ്ധതി നടത്തിപ്പിലെ വീഴ്ച മൂലം കോർപ്പറേഷന് കോടികളുടെ നഷ്ടമെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചി കോർപ്പറേഷനിൽ പദ്ധതി നടത്തിപ്പിലും ഫണ്ട് വിനിയോഗത്തിലും ഗുരുതര വീഴ്ച വരുത്തിയെന്ന ഓഡിറ്റ് റിപ്പോർട്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടെ അംഗീകാരം ലഭിച്ച 5348 പദ്ധതികൾ നടപ്പാക്കാനായത് 45% മാത്രമാണ്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, കേൾക്കാമെങ്കിൽ തുടരാം. 2023-2024 വർഷത്തെ കൊച്ചി കോർപ്പറേഷന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ വലിയൊരു വീഴ്ചയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അത് കൃത്യമായി തന്നെ 935 കോടി രൂപ വരവും ഒപ്പം തന്നെ 886 കോടി രൂപ ചെലവും മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരുന്നു അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഇതിൽ ചെലവാണെങ്കിലും വരവാണെങ്കിലും നേർ പകുതിയായി കുറഞ്ഞു എന്നത് തന്നെയാണ് ഈ വീഴ്ച. എങ്ങനെയാണ് അതിൽ നടന്നിരിക്കുന്നത്, ഉദ്യോഗസ്ഥ തലത്തിലടക്കമുള്ള വീഴ്ചകൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നത്. കാരണം 935 കോടി രൂപയിൽ വരവ് പറയുമ്പോൾ അത് നേർപകുതിയായി കുറഞ്ഞു, ചെലവ് കണക്കാക്കിയത് അത് നേർപകുതിയായി കുറഞ്ഞു. അങ്ങനെ 2019 മുതൽ ഓരോ വർഷവും DPC അംഗീകരിച്ച പദ്ധതികൾ നടപ്പിലാക്കിയതിലും ഒപ്പം തന്നെ പകുതി താഴെ പ്രൊജക്ടുകൾ മാത്രമാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. 5348
298 പദ്ധതികൾക്കാണ് 2019 മുതൽ 2023-24 സാമ്പത്തിക വർഷം വരെ അനുമതി ലഭിച്ചിരുന്നത്. ഇതിൽ നടപ്പിലാക്കിയത് 2475 പദ്ധതികൾ മാത്രമാണ് എന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നു. 316 കോടി രൂപ വിവിധ പദ്ധതികളിൽ ഗ്രാന്റായി ലഭിച്ചപ്പോൾ ചെലവഴിച്ചത് 88 കോടി രൂപയാണ്. അതായത് അതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ചെലവഴിക്കപ്പെട്ടത് എന്ന കണക്കുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. ചെലവ് പരിധി 80% കൈവരിക്കാൻ ആയില്ല എന്നതാണ് അതിലേറ്റവും വലിയ ഒരു പോരായ്മയായി ഇവിടെ നമുക്ക് കണക്കാക്കാനും വ്യക്തമാക്കാനും കഴിയുക. നിലവിൽ 14,84,00,000 രൂപയാണ് നഷ്ടമാകുന്ന ഒരു സ്ഥിതി. കൊച്ചി കോർപ്പറേഷന് അവരുടെ തന്നെ വീഴ്ച കൊണ്ട് നഷ്ടമാകുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് 14,84,00,000 രൂപയാണ് എന്നും ഈ പുറത്തു വന്നിരിക്കുന്ന കണക്കുകളിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തുക അടുത്ത സാമ്പത്തിക വർഷത്തെ അലോട്ട്മെന്റും കുറവ് വരുത്തും. നികുതി പിരിക്കുന്നതിലെ വീഴ്ചയുടെ പേരിൽ വികസന ഫണ്ടിൽ 1% കുറവ് വരുത്തുമ്പോൾ കോർപ്പറേഷന് നഷ്ടമാകുക 81 ലക്ഷം രൂപയാണ്. അവിടെയും കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് തന്നെ പോകുന്നു എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു. എങ്ങനെയാണ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിലുള്ള വീഴ്ചകൾ അതൊരു കോർപ്പറേഷനെ കാര്യമായി ബാധിക്കുന്നത്, അതിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളെയും മുന്നോട്ടുള്ള വികസന പദ്ധതികളെയും എങ്ങനെയാണ് കൃത്യമായി ബാധിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം തന്നെയായി മാറുകയാണ് ഈ പ്രധാനപ്പെട്ട കണക്കുകൾ എന്ന് പറയുന്നത്. 2023-2024 വർഷം 146 കോടി രൂപയുടെ ഗ്രാന്റ് കിട്ടിയപ്പോൾ ചെലവഴിക്കാനായത് 13 കോടി രൂപ മാത്രമാണ്. അവിടെ ആ ഒരു വ്യത്യാസം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. 146 കോടി രൂപയുടെ ഗ്രാന്റ് ലഭിക്കുന്നു, അതിൽ ചെലവഴിക്കാനാകുന്നു എന്ന് പറയുന്നത് 13 കോടി രൂപ. 1% 1-2% വരുന്ന ചെറിയൊരു തുക മാത്രം ചെലവഴിച്ചുകൊണ്ട് ബാക്കി മുഴുവൻ ലാപ്സായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഈ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ വരുത്തേണ്ട ഘട്ടം തന്നെ ആയി എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു. ശരി. കോഴിക്കോട് മായനാട് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി യുവാവ് കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. അതേസമയം കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പ്രതികളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രതികളുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ ഫലവും ഉടൻ ലഭിക്കും. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. െതിരെയാണ് ചേവായൂർ പോലീസ് ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഈ കൊലപാതകം നടന്ന ആദ്യ ദിവസവും പിറ്റേ ദിവസവുമായിട്ട് 10ഓളം പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും റിമാൻഡിൽ കഴിയുകയാണ്. ഈ 10ൽ ഒരാൾ പ്രായപൂർത്തിയാവാത്ത ആളാണ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെയായിരുന്നു ഇയാളെ ഹാജരാക്കിയിട്ടുള്ളത്. 10 പേരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആൾക്കൂട്ട കൊലപാതകമായതിനാൽ തന്നെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതിനാൽ തന്നെ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകത്തിന്റെ ചുരുളഴിയൂ എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതോടൊപ്പം തന്നെ 8 പ്രതികളെ കണ്ടെത്താനുണ്ട്. അതായത് 18 പ്രതികളാണ് 18 പ്രതികൾക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 8 പേരെ ഇനിയും പിടികൂടാനുണ്ട്. ഇതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ച ഒരു സംശയവും പോലീസിനുണ്ട്. ഈ 18 പേർ ചേർന്നാണ് കൊലപാതകവും ആസൂത്രണവും നടത്തിയത് എന്ന നിഗമനത്തിലാണുള്ളത്. എങ്കിലും ഈ 10 പേരെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ സംബന്ധിച്ച തീരുമാനമുണ്ടാവും. അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് വരുന്ന ദിവസങ്ങളിൽ ഈ കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 8 പ്രതികൾക്കായിട്ടുള്ള തിരച്ചിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായി ഉണ്ടാവുന്നുണ്ട്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെ സംബന്ധിച്ച പ്രാഥമികമായ വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു. ഈ പറഞ്ഞ സൂരജാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സൂരജിന്റെ സുഹൃത്ത് പഠിക്കുന്ന കോളേജിൽ കാറ് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഈ പിടിയിലായിട്ടുള്ള മനോജിന്റെ 2 മക്കൾ അജയ്, വിജയ് എന്നിവരുമായി ഉണ്ടായിരുന്ന തർക്കത്തിൽ സൂരജ് ഇടപെട്ടതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് കാരണം. പിന്നീട് ഈ പ്രദേശത്തൊരു ഉത്സവം നടക്കുന്ന സമയത്ത് സൂരജിനെ വിളിച്ചു വരുത്തി ആക്രമിക്കുകയായിരുന്നു. സൂരജിന്റെ സുഹൃത്തായിട്ടുള്ള വ്യക്തിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കഴുത്തിൽ ചവിട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചിട്ടൊക്കെയാണ് മരിച്ചത്. മുറിവുകളും മരണകാരണമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു ആൾക്കൂട്ട കൊലപാതകമാണ് കേരളത്തിലും നമ്മുടെ കോഴിക്കോടും നടന്നിട്ടുള്ളത്. പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നൊരാവശ്യം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കൊലപാതകം നടന്ന ഒരാഴ്ച പിന്നിടുമ്പോഴും 10 പേർ മാത്രമാണ് പിടികൂടാനായിട്ടുള്ളത്. 8 പേരെ ഇനിയും പിടികൂടാൻ ഉണ്ട്. ഈ 8 പേർക്കായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോഴും മറ്റുള്ള ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ദേവിക. ശരി ഗോകുൽ.
IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ മെല്ലപ്പോക്ക് തുടർന്ന അന്വേഷണ സംഘം. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും സുഹൃത്ത് സുഗാന്തിനെ കണ്ടെത്താനാകാതെ പോലീസ് വലയുന്നു. ഉദ്യോഗസ്ഥയുടെ മരണം നടന്ന 1 മാസം പിന്നിടുമ്പോഴും അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ടത്. പക്ഷേ അതിലെ പ്രതി സുഗാന്തിനെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം സുതാര്യത നമുക്ക് ഈ ഒരു അന്വേഷണത്തിൽ കാണാൻ സാധിക്കും? കാരണം സുഹൃത്തായ സുഗാന്ത് ലുക്കൌട്ട് നോട്ടീസ് അടക്കം സുഗാന്തിനെതിരെ പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും സുഗാന്തിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു സംരക്ഷണ കവചം സുഗാന്തിന് ഒരുക്കുന്നു എന്ന ആരോപണങ്ങൾ ശക്തിപ്പെടുത്തുന്നുണ്ടല്ലോ. ദേവിക, തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥരുടെ മരണം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ സുഗാന്ത് ഒളിവിൽ പോയതാണ്. ആ ഒളിവിൽ പോയ സുഗാന്തിനെ പിന്നീട് ആരും കണ്ടതില്ല, പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. പല സ്ഥലത്തായിട്ട് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിട്ടെങ്കിൽ പോലും സുഗാന്ത് എവിടെയെന്നുള്ളതിന് പോലീസിന് കൃത്യമായിട്ട് വ്യക്തതയില്ല. ഏത് ഘട്ടത്തിലായിരുന്നു തുടക്കത്തിൽ അന്വേഷണം നടന്നത്? സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. പോലീസിന് യാതൊരു വിവരവും സുഗാന്തിനെ കുറിച്ച് ഇല്ല. ഈ ഉദ്യോഗസ്ഥ മരണപ്പെട്ട 2 ദിവസത്തിനുള്ളിൽ കുടുംബം സുഗാന്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ മരണത്തിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞുകൊണ്ടൊരു ആരോപണം ഉന്നയിക്കുകയും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ അടക്കമുണ്ടായിരുന്നു എന്നടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ ഈ കുടുംബത്തിൻ്റെ ആരോപണം കാര്യമായ രീതിയിൽ ഗൗരവമായി പോലീസ് എടുത്തില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സുഗാന്ത് രക്ഷപ്പെടാനുള്ള കാരണം ആയതും. ഈ ശാരീരികമായിട്ടും അതോടൊപ്പം തന്നെ സാമ്പത്തികമായും സുഗാന്ത് ഈ IB ഉദ്യോഗസ്ഥരെ ചൂഷണം ചെയ്തു എന്നാണ് പോലീസും പറയുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അതായത് ഗർഭചിത്രത്തിനടക്കം വിധേയമാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു ശാരീരികമായി ചൂഷണം ചെയ്തതിന് പിന്നാലെ. അങ്ങനെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കെ, ഇത്രയും ഗൗരവമായൊരു വിഷയമായിരിക്കെ പോലീസിൻ്റെ അന്വേഷണം തുടക്കത്തിൽ, അതായത് ഈ മരണം നടന്നുള്ള ആദ്യ ഘട്ടത്തിൽ അന്വേഷണം വലിയ കാര്യക്ഷമമായി നീക്കിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരുകയും ചെയ്തത്. ഈ IB ഉദ്യോഗസ്ഥരുടെ ഒരു സുഹൃത്തും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകനും കൂടിയാണ്. IB ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ സുഗാന്ത് എന്ന് പറയുന്ന ആൾ. കഴിഞ്ഞ ദിവസം സുഗാന്തിനെതിരെ IB നടപടി ഘടിപ്പിച്ചിരുന്നു. സുഗാന്തിനെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതൊഴിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്ന് തന്നെ വേണം എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പ് പോലീസ് പേട്ട പോലീസ് സുഗാന്തിൻ്റെ വീട്ടിലെത്തിയിരുന്നു. ഇടപ്പാളെ വീട്ടിലെത്തി അവിടെ ഒരു പഞ്ചായത്ത് അംഗത്തിൻ്റെ സാന്നിധ്യത്തിൽ ലുക്കൌട്ട് നോട്ടീസ് വീട്ടിൽ പതിപ്പിച്ചു. അതോടൊപ്പം തന്നെ 2 ദിവസം മുമ്പ് തന്നെ സുഗാന്തിൻ്റെ കുടുംബം കൊച്ചിയിൽ പോലീസിന് മുന്നിൽ ഹാജരാകുകയും ചെയ്തിരുന്നു. കുടുംബവും ഒളിവിൽ പോയതാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും സുഗാന്തിനെ കുറിച്ചുള്ള അന്വേഷണം പോലീസിൻ്റെ അന്വേഷണം മുരടിക്കുന്നു, അല്ലെങ്കിൽ കാര്യക്ഷമമല്ലാതെ പോകുന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇത്ര ദിവസം പിന്നിടുമ്പോഴും എന്തുകൊണ്ട് നമ്മുടെ പോലീസിന് സുഗാന്തിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഇത്രയും സംവിധാനമുള്ള പോലീസ്, നമുക്കറിയാം കേരളത്തിലെ പോലീസിൻ്റെ അതോടൊപ്പം തന്നെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെയൊക്കെ കഴിവ്. എന്നിരിക്കെ എന്തുകൊണ്ട് ഈ 1 മാസം പിന്നിടുമ്പോഴും ഈ പ്രതിയെ ഒളിവിൽ പോയി 1 മാസം പിന്നിടുമ്പോഴും എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതിയെ പിടിക്കാൻ കഴിയുന്നില്ല, കേസിൻ്റെ മറ്റു രീതിയിലേക്കുള്ള അന്വേഷണങ്ങളിലേക്കൊന്നും പോകാൻ പോലീസിന് കഴിയുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ SHO വഴിയായിരുന്നു അന്വേഷണമെങ്കിൽ പിന്നീട് അത് DYSP തന്നെ ഏറ്റെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ DCP ലെവലിൽ അന്വേഷണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് പിന്നീടും ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടം കഴിയുന്തോറും അതിനൊരു ഘട്ടം കഴിയുന്നതല്ലാതെ അന്വേഷണം കാര്യമായ രീതിയിൽ പുരോഗമിക്കുന്നില്ല എന്ന് വേണം എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ സുഗാന്തിനെ കണ്ടെത്താൻ പോലീസ് കഴിയാത്തത്. ഇനി മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് സുഗാന്തിനെ മനഃപൂർവ്വം കണ്ടെത്താൻ കഴിയാത്തതാണോ എന്ന് തന്നെ ഉയരുകയും ചെയ്യുന്നു. കാരണം ഇത്രയും കഴിവുള്ള പോലീസ് സംവിധാനമുള്ളപ്പോൾ ഒരു വ്യക്തി ഒളിവിൽ പോയി ഇത്ര ദിവസം പിന്നിടുന്നു, എന്നിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ അത് പോലീസിൻ്റെ കൂടി പരാജയമാണ്. മാത്രമല്ല, ചിലപ്പോൾ പോലീസ് മനസ്സ് വെച്ച് കാണത്തില്ല ഈ പ്രതിയെ കണ്ടെത്താനെന്ന് വേണം കഴിയാൻ. അതിനിടയിൽ സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇങ്ങനെയൊക്കെ അഭിഭാഷകൻ മുഖാന്തരം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും എന്തുകൊണ്ട് സുഗാന്തിനെ കണ്ടുപിടിക്കുന്നില്ല, എന്തുകൊണ്ട് കുടുംബത്തിൻ്റെ ഒരു ന്യായമായ ആവശ്യം, ആ ആവശ്യത്തിന് മുന്നിൽ പോലീസ് നിസ്സംഗത പാലിക്കുന്നു അടക്കമുള്ള വിഷയങ്ങൾ ചോദ്യചിഹ്നമായി വരികയാണ്. IB ഉദ്യോഗസ്ഥ മരണപ്പെട്ടിട്ട് 1 മാസം പിന്നിടുകയാണ്. ഇപ്പോഴും ഏത് ഘട്ടത്തിലാണോ അന്വേഷണം തുടർന്നത് അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണം തുടരുന്നത്.
കേരള ഹോക്കി അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന് സർക്കാർ ഉത്തരവ്. വി സുനിൽകുമാർ അധ്യക്ഷനായ സംഘടന തുടരേണ്ടെന്നും 3 മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഉത്തരവിലുണ്ട്. അതേസമയം സർക്കാർ നടപടി ചട്ടവിരുദ്ധമെന്ന് സുനിൽകുമാറും പ്രതികരിച്ചു. വി സുനിൽകുമാർ അധ്യക്ഷനായ ഹോക്കി അസോസിയേഷൻ പിരിച്ചുവിടണമെന്നാണ് കായിക വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. പിരിച്ചുവിട്ട ശേഷം വിദഗ്ധരെ ഉൾപ്പെടുത്തി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാനും ഉത്തരവിൽ പറയുന്നു. 3 മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനും ഉത്തരവിൽ പറയുന്നു. ഹോക്കി താരങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അടിയന്തര അന്വേഷണ സംഘത്തെ നിയോഗിക്കണം എന്നും ഇവർ കണ്ടെത്തിയ പിഴവുകളുടെ അടിസ്ഥാനത്തിലാണ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്നും ഉത്തരവിൽ സൂചിപ്പിക്കുന്നു. കൂടാതെ ഉത്തരവിൽ വൈകാതെ നടപടി സ്വീകരിക്കാൻ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിക്ക് കായിക വകുപ്പ് നിർദ്ദേശം നൽകി. പുതിയ നീക്കത്തിലൂടെ കായിക മന്ത്രിയും കായിക സംഘടനകളും തമ്മിലുള്ള വാക്പോര് മുറുകയാണ്. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കേരള ടീമിന് പരിശീലനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് കേരള സ്പോർട്സ് കൗൺസിലും കേരള ഹോക്കി അസോസിയേഷനും തമ്മിലുള്ള വാക്പോര്. ടീമിനെ ഒരുക്കുന്നതിലും മെഡൽ നൽകുന്നതിനും ഹോക്കി അസോസിയേഷൻ പരാജയമെന്ന് കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ പരസ്യമായി പ്രതികരിച്ചിരുന്നു. പലതവണ ഇതിന്റെ പേരിൽ ഹോക്കി അസോസിയേഷൻ അധ്യക്ഷൻ വി സുനിൽകുമാറും മന്ത്രിയും തമ്മിൽ പരസ്യവാക്പോർ തുടർന്നിരുന്നു. പിന്നാലെയാണ് സുനിൽകുമാറിന്റെ അധ്യക്ഷതയിലുള്ള കേരള ഹോക്കി അസോസിയേഷൻ പിരിച്ചുവിടാനുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങിയത്. അതേസമയം സർക്കാർ നടപടി ചട്ടവിരുദ്ധമെന്ന് സുനിൽകുമാറും പ്രതികരിച്ചു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ സർക്കാരിന് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നാണ് സുനിൽകുമാർ അവകാശപ്പെടുന്നത്. ജനം, തിരുവനന്തപുരം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100 ഇനം മാമ്പഴങ്ങളുമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാംഗോ മാനിയ എന്ന പേരിൽ മാമ്പഴ ഉത്സവത്തിന് തുടക്കമായി. 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങളാണ് മാംഗോ മാനിയയിലുള്ളത്. മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങളും മേളയുടെ ഭാഗമായി ലുലു ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ, UAE, മലേഷ്യ, യമൻ, ബ്രസീൽ തുടങ്ങിയ 20 രാജ്യങ്ങളിൽ നിന്നുള്ള 100ലേറെ ഇനം മാമ്പഴങ്ങളാണ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ നടക്കുന്ന മാംഗോ മാനിയയിലുള്ളത്. കാട്ടുമാങ്ങ മുതൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയ മിയാസാക്കി വരെ ഈ കൂട്ടത്തിലുണ്ട്. ദുബായ് കിസൈസിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ മാമ്പഴോത്സവം ഉദ്ഘാടനം ചെയ്തു. In my life I have never seen so many varieties of mangoes in one place. Such rich varieties showing the diversity of India. I was told that about 85% of the mangoes here are from India. But even other than that, there are global varieties that are there. മാങ്ങ ചേർത്തുണ്ടാക്കിയ വിഭവങ്ങളാണ് മേളയിലെ മറ്റൊരാകർഷണം. മാമ്പഴം കൊണ്ടുള്ള മധുര പലഹാരങ്ങൾ മുതൽ കറികൾ, അച്ചാറുകൾ, സ്മൂത്തികൾ, സലാഡുകൾ വരെ മാമ്പഴോത്സവത്തിൽ വിൽപ്പനയ്ക്കുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള മാങ്ങയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള വെറൈറ്റിയാണ്. 85%ഉം CG said ഫ്രം ഇന്ത്യ. ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഡിഫറെൻറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് തന്നെ. അതിൽ വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മാംഗോ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് സുൽഫീനിയ ഫ്രം മിയാസാക്കി ഫ്രം ജപ്പാൻ. Miyazaki is grown in India. Yes, actually a mango variety from Jarati and it is grown in India. ദുബായിലെ ഉദ്ഘാടന ചടങ്ങിൽ ലുലു ഡയറക്ടർ ജെയിംസ് കെ വർഗീസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡയറക്ടർ സുൽഫിക്കീർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. മേള ഈ മാസം 10 വരെ നീണ്ടു നിൽക്കും. ജനം, ദുബായ്. തിരുവനന്തപുരം അമരവിള ചെക്ക് പോസ്റ്റിൽ MDMAയുമായി യുവാവ് പിടിയിൽ. കൊല്ലം സ്വദേശി സുബൈറിൽ നിന്ന് 200 ഗ്രാം MDMA ആണ് പിടികൂടിയത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, യുവാവിനെ പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ MDMAയുമായി. കൊല്ലം സ്വദേശി സുബൈറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഇന്ന് പുലർച്ചെയോടെയാണെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും വോൾവോ ബസ്സിൽ കൊണ്ടുവരികയായിരുന്നു. അത് അമരവിള ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ അവിടെ വെച്ചാണ് ഇത് പിടികൂടുന്നത്. 200 ഗ്രാം, അതൊരു വലിയ അളവാണ്. 200 ഗ്രാം MDMA പിടികൂടിയെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. കൊല്ലം സ്വദേശിയായ സുബൈറിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സൈസും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതി പിടിയിലായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ MDMAയുമായി വരുന്നു എന്നൊരു രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു, എക്സൈസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന വ്യാപിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. തുടർന്നാണ് പ്രതി പിടിയിലായത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിലവിൽ 200 ഗ്രാം MDMAയുമായി കൊല്ലം സ്വദേശിയായ യുവാവ് എക്സൈസ് പിടികൂടി എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇയാളോടൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതോടൊപ്പം തന്നെ ഇത്രയും വലിയൊരു അളവ്, കാരണം 200 ഗ്രാം എന്ന് പറയുന്നത് ഒരു വലിയ അളവാണ്. അതുകൊണ്ട് തന്നെ എന്ത് നടപടികളാണ് ഇനി തുടർന്ന് സ്വീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ എക്സൈസ് വ്യക്തമാക്കും. നിലവിൽ ഇത്തരം ബാംഗ്ലൂരിൽ നിന്നും രഹസ്യമായി കടത്തുന്നു എന്നൊരു വിവരം എക്സൈസ് ലഭിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് 200 ഗ്രാം MDMA പിടികൂടിയത്. ദേവിക. ശരി പ്രശാന്ത്.
തന്റെ യജമാനെയും വീട്ടുകാരെയും അത്രയധികം സ്നേഹിച്ച ഒരു നായയുടെ റിപ്പോർട്ടാണിനി. ഉണ്ട ചോറിന് നന്ദി കാട്ടി ജാക്കി ജീവത്യാഗം ചെയ്തപ്പോൾ അതൊരു കുടുംബത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി. മൂർഖൻ പാമ്പിൽ നിന്നും തന്റെ യജമാനെ രക്ഷിച്ച് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ ജാക്കി എന്ന നായ തീരാ നോവായി മാറിയിരിക്കുകയാണ്. ജാക്കിയുടെ നീറുന്ന ഓർമ്മയിലാണ് കോഴിക്കോട് മൊകവൂർ മാവാട്ട് വീട്ടിലെ രാമനുണ്ണി. തന്റെ ജീവൻ കാക്കാൻ ജീവിതം ബലി കൊടുത്ത പ്രിയപ്പെട്ട വളർത്തുനായയെ ഓർത്ത് സങ്കടക്കടലിലാണ് ഈ വീട്ടുകാരൻ. രാവിലെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ നിർത്താതെ കുരച്ച നായയെ രാമനുണ്ണി സംശയം തോന്നി തുറന്നു വിടുകയായിരുന്നു. വെട്ടിയിട്ട വാഴയിലകൾക്കിടയിൽ നിന്നും മൂർഖൻ പാമ്പിനെ കടിച്ചു പുറത്തെടുത്ത ജാക്കി അതിനെയും കൊണ്ട് മുറ്റത്തെത്തി. കടിയേറ്റ പാമ്പ് നിമിഷങ്ങൾക്കകം ചത്തു. 1 മണിക്കൂർ കഴിഞ്ഞ് ജാക്കിയുടെ കാലുകൾ കുഴഞ്ഞപ്പോൾ തന്നെ കരുവശ്ശേരിയിലെ ഡോക്ടറുടെ അടുത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിഷം രക്തത്തിൽ കലർന്നതാണ് മരണകാരണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നടന്നതൊക്കെയും ഭയത്തോടെയും സങ്കടത്തോടെയുമല്ലാതെ ഓർത്തെടുക്കാനാകുന്നില്ല രാമനുണ്ണിക്ക്. നായ കൊന്നു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ നായനെ കൂട്ടിലേക്ക് കൊണ്ടുവന്ന് വെള്ളം കഴുകി കുളിപ്പിച്ചു. അപ്പോൾ അവിടുന്ന് ശേഷം ജീപ്പ് എടുത്തിട്ട് ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ കൊണ്ടുവരാൻ പറഞ്ഞു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അവിടെ എത്തി ട്രിപ്പ് കുറച്ച് കൊടുത്തിട്ടുള്ളപ്പോൾ ഇങ്ങനെ നായ അവിടുന്ന് മരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ എന്നും അതിനെ അത്രയും സ്നേഹിക്കുന്ന നായയാണ്. ഇപ്പോൾ എല്ലാവരായിട്ടും വളരെ ബന്ധമുള്ള. ഇപ്പോൾ വിളിച്ചാലും വരും. കൂട്ടിൽ പിന്നെ ഇതൊന്നും ചെയ്യൂല, മലവിസർജനങ്ങളൊന്നും കൂട്ടിൽ നടത്തൂല. അപ്പോൾ അതിനെ വിളിക്കുക. അപ്പോൾ അത് ആ സ്ഥലത്ത് പോയിട്ട് അവിടെ ആ ഭാഗത്ത് പോയിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിനെ കണ്ടപ്പം പിന്നെ എന്തെങ്കിലും ഒരു പൂച്ചയോ തവളയോ വണ്ടിയിൽ എന്തെങ്കിലും ഈ തൊടിയിലുണ്ട് അപ്പം ഞങ്ങളെ അറിയിക്കും. ഭർത്താവിന്റെ ജീവന് ഒരു പോറലുമേൽക്കാത്തതിൽ ആശ്വാസമുണ്ടെങ്കിലും ജാക്കിയുടെ വിയോഗത്തിൽ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല വസന്തയ്ക്ക്. ഭക്ഷണം രാവിലെ അന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അന്ന് ദോശയും മീൻകറി അച്ഛൻ മോൻ്റെ കൊടുത്തു. ആ 2 ജീവൻ അത് രക്ഷിച്ചതിന് ശേഷം അവൻ പോവുകയും ചെയ്തു. ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റാത്തതായിപ്പോയി. നല്ലൊരു സ്നേഹമുള്ളതായിരുന്നു എല്ലാവരുമായിട്ട്, ചെറിയ കുട്ടിയായിട്ടുമൊക്കെ. കോവിഡ് കാലത്ത് വീട്ടുകാർക്ക് സർപ്രൈസായി റോഡ് വീലർ ഇനത്തിൽപ്പെട്ട ജാക്കിയെ കൊണ്ടുവന്നത് ഓർത്തെടുക്കുകയാണ് മകൻ രാകേഷ്. കോവിഡ് തുടങ്ങിയ സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നാണ് ഇവരെ കൊണ്ടുവരുന്നത്. ഇവൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവൻ ഫെലിക്സ് റോട്ടോഗേങ് എന്ന് പറഞ്ഞ ഒരു കടിച്ചു പറിക്കുന്ന നായൻ്റെ കുഞ്ഞനാണ്. അപ്പോൾ ഞാൻ അതിനെ കൊണ്ടുവന്ന് ഇവിടെ എൻ്റെ ഫാമിലി, അച്ഛൻ, അമ്മ, അനിയൻ, ഭാര്യ, മക്കൾ എല്ലാവരും കൈകാര്യം ചെയ്യുന്നതാണ് ഇവനെ. 6-ാം വയസ്സിലാണ് ജാക്കി അത്രയും പ്രിയപ്പെട്ട വീട്ടുകാരോട് യാത്ര പറഞ്ഞത്. എത്ര വർഷം കഴിഞ്ഞാലും വീട്ടുകാർക്ക് മറക്കാൻ കഴിയാത്ത സ്നേഹവും കടപ്പാടും ബാക്കി വെച്ച്. സ്നേഹരാഹിത്യത്തിന്റെ പുതിയ കാലത്ത് സ്നേഹത്തിന്റെ പുതിയ കഥ സമ്മാനിച്ചാണ് ജാക്കി യാത്ര ചൊല്ലിയത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. ഒരു സന്തോഷ വാർത്തയാണ് പങ്കിടാനുള്ളത്. ജനം കുടുംബത്തിലെ 2 പേർ വിവാഹിതരായിരിക്കുകയാണ്. ജനം TV മേക്കപ്പ് മാൻ രാകേഷും ഒപ്പം സംസ്കൃതം വാർത്താ അവതാരകയായ നിത്യയുമാണ് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് വിവാഹിതരായത്. ഇരുവർക്കും വിവാഹ മംഗളാശംസകൾ നേരുകയാണ്. പുത്തൻ പുലരി ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.